are attacked by the deceitful. നിങ്ങൾക്കറിയാമോ, മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും ആരാണോ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത്, ആരാണോ ശരിയായതിനു വേണ്ടി നിലനിൽക്കുന്നത്, അവര് ചതിക്കുന്നവരുടെ, വഞ്ചിക്കുന്നവരുടെ എതിർപ്പിനെ നേരിടുന്നു. അവർ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. So at this time, at the height of that campaign, when most people turned their backs on my brother, it was you, my sisters and brothers of Wayanad, who stood by him, who gave him your love, who gave him your strength, and who stood side by side with him in his fight for what is right for this country. നിങ്ങൾക്കറിയാമോ, ആ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോ ഈ ലോകത്തെ ഒരുപാട് ജനങ്ങൾ എന്റെ സഹോദരനെ പുറംതിരിഞ്ഞു നിന്നപ്പോൾ നിങ്ങളാണ്, വയനാട്ടിലെ ജനങ്ങളാണ് സ്നേഹം നൽകി അദ്ദേഹത്തിനോടൊപ്പം നിന്നത്, അദ്ദേഹത്തിന് വേണ്ട കരുത്ത് നൽകിയത്. It is you who gave him the courage at that difficult time in his life to walk 4,000 kilometers from Kanyakumari to Kashmir and then to drive from Manipur to Mumbai in the name of peace, in the name of unity, in the name of democracy, in the name of India. സമാധാനത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി എന്റെ സഹോദരന് 4000 കിലോമീറ്റർ കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ നടക്കാനും മണിപ്പൂരിൽ നിന്ന് മുംബൈ വരെ ഡ്രൈവ് ചെയ്യാനുമുള്ള ധൈര്യം നൽകിയത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ ധൈര്യം നൽകിയത് നിങ്ങളാണ്. You are a great people. നിങ്ങൾ മഹത്തായ ഒരു ജനതയാണ്. You have a deep and long history of standing for the truth. സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആഴമേറിയ നീണ്ട ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട്. Your leaders from Wayanad fought against the British for the freedom of this country. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വയനാട്ടിൽ നിന്നുള്ള നിങ്ങളുടെ നേതാക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. It is not new to you to stand up for what is right. എന്താണോ ശരി അതിനു വേണ്ടി നിലനിൽക്കുക എന്നത് വയനാട്ടുകാരായ നിങ്ങൾക്ക് പുതുമയുള്ള ഒരു കാര്യമല്ല. And maybe that is the reason why you recognize the truth when you saw it. അതുകൊണ്ടായിരിക്കാം, ആ കാരണം കൊണ്ടായിരിക്കാം സത്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. Standing here today in front of all of you on this occasion of the election and representing the UDF as the candidate for the election is an honor for me. ഇന്ന് നിങ്ങളുടെ മുൻപിൽ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഈ സമയത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളെ പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്ന വലിയൊരു ആദരവായി തന്നെ ഞാൻ കണക്കാക്കുന്നു. In this crowd itself I can see what you stand for. ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നിങ്ങളിൽ തന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത് എന്ന് എനിക്ക് കാണാൻ സാധിക്കും. I can see a Catholic sister here. ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട്, കാത്തലിക് സിസ്റ്ററിനെ എനിക്ക് കാണാൻ സാധിക്കും. Next to her I can see a Muslim lady. ഒരു ഇസ്ലാമിലെ ഒരു മുസ്ലിം വനിതയെ ആ സിസ്റ്ററിന്റെ അടുത്ത് എനിക്ക് കാണാൻ സാധിക്കും. And right next to her I can see a Hindu lady. അതിന് തൊട്ടടുത്ത് ഒരു ഹിന്ദു വനിതയെ എനിക്ക് കാണാൻ സാധിക്കും. And I know from the way you are standing and smiling that you are sisters. നിങ്ങൾ എങ്ങനെയാണോ അവിടെ നിൽക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ പുഞ്ചിരിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾ സഹോദരിമാരെ പോലെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. And with that smile on your faces and in your hearts, with the friendship with which you are standing together, you represent all that is beautiful about India. ഇന്ന് നിങ്ങളുടെ മുഖത്തെ ആ പുഞ്ചിരി കൊണ്ട് നിങ്ങൾ ഏത് സൗഹൃദത്തോടു കൂടിയാണോ നിങ്ങൾ ഇവിടെ സഹോദരിമാരെ പോലെ നിൽക്കുന്നത്, നിങ്ങൾ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്താണോ അതിനെയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. You represent everything that is beautiful about our country, about the way it was built, about our constitution, its values, and about the politics that was prevalent in our country for decades. നമ്മുടെ രാജ്യത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്താണോ, നമ്മുടെ ഭരണഘടനയിൽ മനോഹരമായിട്ടുള്ളത് എന്താണോ, നമ്മുടെ മൂല്യങ്ങൾ എന്താണോ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാലം നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ അന്തസത്ത എന്താണോ അതിനെയാണ് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. The foundation of our nation is this. നമ്മുടെ all of us are equal, that each and every citizen has an equal right, and that right is the greatest power in a democracy like ours. നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പൗരരും ഈ രാജ്യത്ത് തുല്യരാണ്, എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ട്. അതിന്റെ അടിത്തറയിലാണ് ഈ രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നത്.
We are the greatest nation in the world because we became free without a drop of bloodshed. നമ്മൾ എങ്ങനെയാണ് ഈ രാജ്യത്തെ ഏറ്റവും മഹത്തായ രാജ്യമായത്? കാരണം ഒരു തുള്ളി രക്തം ചിന്താതെ സ്വതന്ത്രമായിക്കൊണ്ട് സ്വാതന്ത്ര്യം നേടിക്കൊണ്ടാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മഹത്തായ രാജ്യമായത്. Ours was the greatest non-violent revolution in the world. ഈ ലോകത്തെ ഏറ്റവും അഹിംസാത്മകമായ വിപ്ലവം എന്ന് പറയുന്നത് നമ്മുടേതായിരുന്നു. And it was your ancestors, our ancestors that fought for that freedom. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് നിങ്ങളുടെയും എന്റെയും നമ്മളുടെ പൂർവ്വ പിതാമഹന്മാരാണ് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. And it is that freedom, that democracy, that spirit of togetherness that is in danger today. ആ സ്വാതന്ത്ര്യം, ആ ജനാധിപത്യം, അതുപോലെ നമ്മൾ ഒരുമിച്ചുണ്ടാകുന്ന ആ സാഹോദര്യം ഇന്ന് അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ്. Because there has been a rise in the last 10 years of a kind of politics in our country that thrives on dividing you. നിങ്ങളെ വിഭജിപ്പിച്ചുകൊണ്ട് അഭിവൃദ്ധിപ്പെടുന്ന ഒരു രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. From Manipur to Maharashtra, മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര വരെ, and every single place where they put their energy, അവരുടെ ഊർജം എവിടെയൊക്കെയാണോ ചെലവഴിക്കുന്നത് അവിടെ അങ്ങനത്തെ ഓരോ സ്ഥലത്തും it is a negative energy of division, of anger, of separating brother from brother and sister from sister. ജനങ്ങളെ പരസ്പരം വിഭജിപ്പിക്കുന്ന, സഹോദരങ്ങളെ പരസ്പരം വിഭജിപ്പിക്കുന്ന, സഹോദരിമാരെ പരസ്പരം വിഭജിപ്പിക്കുന്ന ദേഷ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ നിഷേധാത്മകമായ ഒരു ഊർജ്ജമാണ് അവർ ഈ രാജ്യത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. And while they are busy creating and spreading this negative energy amongst our people, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഇത്തരം നിഷേധാത്മകമായ ഒരു ഊർജം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ തിരക്കായിട്ടിരിക്കുന്ന സമയത്ത്, distracting all of you from the real issues that you face, നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ അവർ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, the actual issues that politics should be discussing, that should be part of the public discourse, യഥാർത്ഥത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവർ നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഈ സമയത്ത്, they are busy taking your power from you, taking your rights from you and handing it to their friends who are in big businesses. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളിൽ നിന്നെടുത്ത് അവരുടെ സുഹൃത്തുക്കളായ വലിയ വ്യവസായികൾക്ക് നൽകുന്നതിൽ അവർ തിരക്ക് പിടിച്ചിരിക്കുകയാണ് ഈ രാജ്യത്ത്. All their policies are constructed to benefit a handful of business people. ഒരു പിടി വ്യവസായികളെ സഹായിക്കുന്നതിന് വേണ്ടി, അവർക്ക് ഗുണമുണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. While India reels under the highest unemployment ever, ഇന്ത്യയിൽ ഇതുവരെയുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിൽ കൂടി ഇന്ത്യ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, all these young educated boys and girls standing here who are educated but cannot find jobs, ഇവിടെയുള്ള എല്ലാ വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെയുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അവർക്ക് ജോലി ലഭിക്കാൻ സാധിക്കുന്നില്ല. there is no answer for them. ഇവർക്ക് മുന്നിൽ ഉത്തരങ്ങളില്ല. The government has no plan, ഗവൺമെന്റിന് ഇതിനെക്കുറിച്ച് യാതൊരു പദ്ധതിയുമില്ല, no policies, ഒരു നയവുമില്ല. the manufacturing sector has not been strengthened, ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തിയിട്ടില്ല, agriculture has not been strengthened, കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തിയിട്ടില്ല. and the PSUs which used to provide jobs and their subsidiaries are slowly being handed over to their same friends. പൊതുമേഖലാ സ്ഥാപനങ്ങളും നമുക്ക് ജോലി നൽകിയിട്ടുണ്ടിരുന്ന അനുബന്ധ സ്ഥാപനങ്ങളും അവയെല്ലാം പതുക്കെ ഗവൺമെന്റിന്റെ സുഹൃത്തുക്കൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. My sisters here face the rising prices daily. ഉയരുന്ന വിലക്കയറ്റത്തിന്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇവിടെയുള്ള എന്റെ സഹോദരിമാരാണ്. There are families in which every single member of the family is trying to earn a living. Somebody is working in the farm, somebody has got a job somewhere, but still they are not able to earn enough to make do. ചില കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ജോലി ചെയ്യുകയാണ്. ചിലർക്ക് ചെറിയൊരു വ്യവസായമുണ്ട്, ചിലർ കൃഷി ചെയ്യുകയാണ്. പക്ഷെ എല്ലാവരും കൂടെ ജോലി ചെയ്തിട്ടും അവർക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. This is the situation in the country today. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന അവസ്ഥ, രാജ്യത്ത് നിലനിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. You face immense issues. നിങ്ങൾ വളരെ വിപുലമായ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. Here in Wayanad, the tribal population does not have enough access to health services, does not have enough access to educational institutions. ഇവിടെ വയനാട്ടിലെ ആദിവാസി സമൂഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവശ്യത്തിന് വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല, ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ അവർക്ക് വേണ്ടത്ര പ്രവേശനം ലഭിക്കുന്നില്ല. You have a massive problem of animal man conflict. മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട്.
Effective solutions are not being found. അതിന് കാര്യക്ഷമമായ പരിഹാരങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. You have the night ban. നിങ്ങൾക്ക് രാത്രി യാത്രാ നിരോധനം എന്ന പ്രശ്നമുണ്ട്. There's an emergency, somebody is unwell, you have to take them to the hospital. You have no way to go. ഇവിടെ ഒരു അടിയന്തരമായ സാഹചര്യം ഉണ്ടായി, ആർക്കും സുഖമില്ലാതെ വരുന്നു, നിങ്ങൾക്ക് അവരെ ആശുപത്രിയിൽ എടുക്കാൻ പോകണം, നിങ്ങൾക്ക് രാത്രി പോകാൻ പറ്റുന്നില്ല. Someone is having a child, a baby needs to be delivered, you're stuck. ഒരാൾക്ക് ഒരു കുഞ്ഞുണ്ടാകണം, ഒരു പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ പോകണം, ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? You're farming, working day and night in the fields, producing beautiful crops like coffee, banana, areca, rice, tea. നിങ്ങൾ രാപകലില്ലാതെ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ അധ്വാനിക്കുകയാണ്. ഇവിടെ കാപ്പി കൃഷി നടത്തുന്നു, തേയില കൃഷി നടത്തുന്നു, അടയ്ക്ക കൃഷി നടത്തുന്നു, നെൽകൃഷി നടത്തുന്നു, അങ്ങനെ നിങ്ങൾ മനോഹരങ്ങളായ വിളകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. And yet when there is so much rainfall and your crops are damaged because of that rainfall, you don't get adequate compensation. എന്നിട്ടും മഴക്കാലം മൂലം നിങ്ങളുടെ വിളകൾക്ക് നാശമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. You're promised incentives, loan waivers, nothing happens. നിങ്ങളുടെ വായ്പ എഴുതി തള്ളുമെന്ന് പറയുന്നു, നിങ്ങൾക്ക് പ്രോത്സാഹനമായി പല കാര്യങ്ങളും നൽകുമെന്ന് പറയുന്നു, അതൊന്നും നടക്കുന്നില്ല. 16 lakh crore rupees are waived, loans are waived for the biggest businessmen in this nation. ഈ രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികളുടെ 16 ലക്ഷം കോടി രൂപ വരുന്ന കടമാണ് ഇവിടെ എഴുതി തള്ളിയത്. But when it's your turn, the government doesn't seem to have money. പക്ഷേ നിങ്ങളുടെ പ്രശ്നം വരുമ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല. You have been fighting, begging for a medical college. നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി ഗവൺമെന്റിനോട് പൊരുതുകയിട്ടുണ്ട്, യാചിക്കുകയായിരുന്നു നിങ്ങൾ. Your MP Rahul Gandhi had been making demand after demand, voicing your needs, voicing the need for this medical college. നിങ്ങളുടെ ജനപ്രതിനിധിയായ രാഹുൽ ഗാന്ധി ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി വീണ്ടും വീണ്ടും ഇതിനു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ശബ്ദം ഉറക്കെ കേൾപ്പിക്കുകയായിരുന്നു അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി. One of the sisters I worked with in Delhi is from Wayanad. She's from Manantawadi. ഞാൻ ഡൽഹിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ മാനന്തവാടിയിൽ നിന്നുള്ളതാണ്, വയനാട്ടിൽ നിന്നുള്ളതാണ്. She is my age. Her mother passed away when she was 29 years old because there was no medical facility. എൻ്റെ പ്രായമാണ് ആ സിസ്റ്ററിനുള്ളത്. ആ സിസ്റ്ററിന്റെ അമ്മ, ആ സിസ്റ്ററിന് 29 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി, കാരണം അന്ന് വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കൊണ്ട്. And today you are still begging for the medical college. അത്രയും കാലത്തിന് ശേഷം ഇന്നും നിങ്ങൾ മെഡിക്കൽ കോളേജിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. In a democracy, it is the people who have power. ഒരു ജനാധിപത്യത്തിൽ അധികാരമുള്ളത് ജനങ്ങൾക്കാണ്. Should you be begging for a good hospital? Should you be begging for a medical college? Should you be begging to have a road? നിങ്ങൾ ഒരു നല്ല ആശുപത്രിക്ക് വേണ്ടി, ജനാധിപത്യത്തിൽ ഇത്രയും അധികാരമുള്ള ജനങ്ങൾ ഒരു നല്ല ആശുപത്രിക്ക് വേണ്ടി, ഒരു നല്ല മെഡിക്കൽ കോളേജിന് വേണ്ടി, നല്ല ഒരു റോഡിന് വേണ്ടി നിങ്ങൾക്ക് യാചിക്കേണ്ട ആവശ്യമുണ്ടോ? It is your right. It is the very least you deserve. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾ യാചിക്കേണ്ട ഒന്നല്ല, നിങ്ങൾക്ക് നൽകേണ്ട, നിങ്ങൾ അർഹിക്കുന്ന ഏറ്റവും മിനിമം കാര്യമാണത്. It is the duty of every politician to make it possible for you to live your life better, to have a stronger future, to make your children to put your children in a position where they can build, they can grow, they can make a future for you. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി മെച്ചപ്പെട്ടതാക്കുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി അവർക്ക് മികച്ച ഒരു ഭാവി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നിങ്ങളോടൊപ്പം നിൽക്കേണ്ടത്, നിങ്ങളെ സഹായിക്കേണ്ടത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഉത്തരവാദിത്തമാണ്. Look at this area, look at this land of Wayanad. ഈ വയനാട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നിങ്ങൾ ഒന്ന് നോക്കൂ, ഈ ഭൂമി. There must be few places in the world that are as beautiful as this. വയനാടിനെ പോലെ മനോഹരമായ, ഇത്രയും മനോഹരമായ പ്രദേശങ്ങൾ ലോകത്ത് തന്നെ വളരെ കുറവായിരിക്കും. This natural beauty, this natural resource you have is a massive asset. നിങ്ങൾക്കുള്ള ഈ പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത്, ഇവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു സമ്പത്താണ്. Look at the courage of your people. നിങ്ങളുടെ ആളുകളുടെ ധൈര്യത്തെ നിങ്ങളൊന്ന് നോക്കൂ, ശ്രദ്ധിക്കൂ. Of Anup, who saved somebody in the landslide, in that massive landslide that took place. വലിയ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായപ്പോൾ ഒരുപാട് പേരെ രക്ഷിച്ച അനൂപിന്റെ ധൈര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. You have everything in this land. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. But has the potential of this land been maximized? പക്ഷേ ഈ ഭൂമിയുടെ, നിങ്ങളുടെ നാടിന്റെ കഴിവ്, നിങ്ങളുടെ സാധ്യത അത് പരമാവധി ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? Think what could be done
with the right kind of push for tourism over here. ഇവിടെ വിനോദസഞ്ചാരത്തിന് യഥാർത്ഥത്തിലുള്ളൊരു പ്രോത്സാഹനം നടത്തിയാൽ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. With a strong focus on food processing. ഭക്ഷ്യ സംസ്കരണത്തിൽ ഒരു കൃത്യമായ ശ്രദ്ധ കൊടുത്താൽ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ on marketing these products that you produce, that you grow. നിങ്ങൾ ഇവിടെ വളർത്തുന്ന, നിങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ കൃത്യമായി വിപണിയിൽ എത്തിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. It's all here. It's for the world to see, and it's for us to work together towards making a vision for Wayanad, which makes it possible for you to maximize this potential of yours. വയനാട്ടിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ച് ഈ വയനാടിന്റെ സൗന്ദര്യം, ഇവിടുത്തെ വയനാടിന്റെ കഴിവ്, ഇതെല്ലാം ലോകത്തിന് മുമ്പിൽ എത്തിക്കാനുള്ള ഒരു ദർശനം ഉണ്ടാക്കാൻ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. You cannot be at the mercy of a government that politicizes everything. എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കാരുണ്യത്തിൽ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. You have a terrible natural disaster. നിങ്ങൾക്ക് ഭയങ്കര അതിദാരുണമായ ഒരു പ്രകൃതി ദുരന്തം ഇവിടെ നടന്നു. Hundreds of people passed away. നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. I met those people. I met those children. The whole family is gone. Mother, father, aunts, uncles, brothers, sisters. ഞാൻ ആ മനുഷ്യരെ കണ്ടു, എല്ലാ നഷ്ടപ്പെട്ട മനുഷ്യരെ കണ്ടു, കുഞ്ഞുങ്ങളെ കണ്ടു, എല്ലാ കുടുംബം മുഴുവൻ പോയി. അച്ഛന്മാര്, a boy who is holding on to his mother for hours trying to save her life and has to let her go. ഒരു കുഞ്ഞ് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണിക്കൂറുകൾ അമ്മയെ ചേർത്ത് പിടിച്ചിരുന്നിട്ട് അവസാനം അമ്മയെ രക്ഷിക്കാൻ പറ്റാതെ അമ്മയെ കൈവിടേണ്ടി വന്ന ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടു. And his whole family is gone. ആ കുട്ടിയുടെ കുടുംബം മുഴുവൻ ആ ദുരന്തത്തിൽ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു. Old grandmothers left alone without a single family member to take care of them. മുത്തശ്ശിമാര്, ഒരു കുടുംബത്തിലെ ഒരംഗം പോലും അവശേഷിക്കാതെ അവരെ നോക്കാൻ ആരും ഇല്ലാതെ തനിയായി പോയ മുത്തശ്ശിമാര്, അമ്മമാര്. Whole houses and villages swept away. മുഴുവൻ വീടുകളോ ഗ്രാമം തന്നെ ഒഴുകിപ്പോയ അവസ്ഥ. And while all the political leaders of all different parties came at that time and gave lots of promises, till today you have not got the proper compensation for that landslide. പല രാഷ്ട്രീയ പാർട്ടികളെ, പല രാഷ്ട്രീയ നേതാക്കൾ വന്ന് നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. പക്ഷെ ഇന്ന് വരെ നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ സാമ്പത്തിക സഹായം, നഷ്ടപരിഹാരം, ആ വലിയ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. The central government has still not released the funds. കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ നിങ്ങൾക്ക് അർഹതപ്പെട്ട സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടില്ല. You cannot be at the mercy of a heartless politics like this. ഹൃദയമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ കാരുണ്യത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത് ഇന്ന് സംഭവിക്കുന്നത് പോലെ. Who looks first at the politics of who you are before helping you. നിങ്ങളെ സഹായിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് നോക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ കാരുണ്യത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. You cannot be at the mercy of a politics where one morning somebody wakes up and says this is ESZ zone, ESA zone. This is economically sensitive area, economically sensitive zone. All these villages will go in that. And all the rules for you change, but nobody has even consulted you. ഒരു ദിവസം നിങ്ങളോട് ഒരു ചർച്ചയും ഇല്ലാതെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് നിന്ന് പറയുന്നു ഇതെല്ലാം പരിസ്ഥിതി ലോല മേഖലയാണ്, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ മേഖലയാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ കരുണയിൽ ജീവിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. You cannot be at the mercy of a government that doesn't recognize what your real problems are. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു ഗവൺമെന്റിന്റെ കാരുണ്യത്തിൽ കഴിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. You have repeated floods in wards number 12, 4, 9, 8 and 10. You need safety measures in place. 12, 4, 9, 8, 10 വാർഡുകളിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സുരക്ഷിതത്വത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. You need new institutions for higher education. They need to be accessible, close to where you are. നിങ്ങൾക്ക് താമസ സ്ഥലത്തിന് അടുത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. Vocational training to increase your skills. നിങ്ങളുടെ കഴിവുകൾ, നൈപുണ്യങ്ങൾ വളർത്തുന്നതിന് വേണ്ടി വൊക്കേഷണൽ ട്രെയിനിങ്ങും തൊഴിൽ പരിശീലനവും ഉണ്ടാവണം. You need more funding in Manrega, which was giving you jobs at least at the village level to the poorest of the poor. ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിക്ക് കൂടുതൽ സാമ്പത്തിക സഹായം ഉണ്ടാവണം. Rahul ji started housing projects and provided houses for many tribal people, but you need more. You need more infrastructure. You need more funds in housing. രാഹുൽജി ഭവന നിർമ്മാണ പദ്ധതികൾ ആദിവാസി മേഖലകളിൽ ആരംഭിച്ചു. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് ഇനിയും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവണം. ഇനിയും കൂടുതൽ വീടുകൾ നമുക്ക് നിർമ്മിക്കണം. He also started medical vans to go into areas and do primary health care.
പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന് വേണ്ടി മെഡിക്കൽ വാനുകളുടെ സംവിധാനവും അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. Those programs need to be strengthened. ആ പരിപാടികൾ നമുക്ക് ഇനിയും ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. You have so much potential in sport. I see everywhere I pass, I'm so happy to see boys playing soccer, girls playing soccer. നിങ്ങൾക്ക് കായിക മേഖലയിലും വളരെയധികം കഴിവുണ്ട്. ഞാൻ എവിടെയൊക്കെ പോകുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ്, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. And you're playing well. You have talent. അത് മാത്രമല്ല, നിങ്ങൾ വളരെ മനോഹരമായിട്ടാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം കഴിവുമുണ്ട്. Why shouldn't you have the best facilities, stadiums, coaches, camps? Why shouldn't you have the opportunity to go abroad like other children do and be chosen to play in the best teams in the world? നിങ്ങൾക്ക് അതുപോലെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടേ? നിങ്ങൾക്ക് മെച്ചപ്പെട്ട സ്റ്റേഡിയം, കോച്ചിങ് ക്യാമ്പുകൾ എല്ലാം ഉണ്ടാകണ്ടേ? മറ്റു കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കുട്ടികൾ പോകുന്ന പോലെ വിദേശത്ത് പോയി കോച്ചിങ് നേടാനും കളിക്കാനും ഒക്കെ ഇവിടുത്തെ കുട്ടികൾക്കും കഴിയണ്ടേ? I'm only beginning to understand what the issues here are. വയനാട്ടിലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി വരുന്നതേ ഉള്ളൂ. I know that you have a big issue of the Churam Puritode road. എനിക്കറിയാം നിങ്ങൾക്ക് ചുരം പുഴുത്തുടെ റോഡിന്റെ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. And it needs to be resolved. ആ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. And I need to learn from you. This is a new journey from me. I need to learn from you what your issues are, how we're going to resolve them, how can we work together to create a new vision for Wayanad. എൻ്റെ ഒരു പുതിയ യാത്രയാണിത്. ഈ യാത്രയിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പരിഹരിക്കാം. നമ്മൾ രണ്ടുപേരും കൂടി, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വയനാടിന് പുതിയൊരു കാഴ്ചപ്പാടും ദർശനവുമായി മുൻപോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. I want to come to your houses, meet as many of you as possible and understand from you what are the things that really trouble you and you need resolved. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണം, കഴിയാവുന്നത്ര ആളുകളെ നേരിട്ട് കാണണം, നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ എങ്ങനെ മുൻപോട്ട് പോകണം എന്ന് മനസ്സിലാക്കണം. It has only been 1 week. I'm beginning to understand what the issues are. But you have already made me your family. You have already welcomed me into your homes. You have given me so much love and affection. I am really deeply touched and grateful to you. ശരിക്കും ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരാഴ്ചയിൽ തന്നെ എന്നെ നിങ്ങളുടെ കുടുംബാംഗമാക്കി. നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ എന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് സ്നേഹവും ഇഷ്ടവും എനിക്ക് ഇപ്പം തന്നെ തന്നു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് വളരെയധികം കടപ്പാടും നന്ദിയുമുണ്ട്. In this journey, you are my guides and teachers. ഈ യാത്രയിൽ, എൻ്റെ ഈ പുതിയ യാത്രയിൽ എൻ്റെ വഴികാട്ടികളും ഗുരുക്കളും എന്ന് പറയുന്നത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. But I will tell you one thing, that you have got the best fighter there is. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു മികച്ച പോരാളിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ ഒരു കാര്യം പറയാം. I see one of my colleagues from UP here who was jailed with me, and he will tell you that I am a fighter. I will fight for your rights. I will raise your voice at every platform, in parliament, outside parliament, until your needs get satisfied and until what has to be done for you, what is your right and your future is built. ഇവിടെ UP-യിൽ എന്നോടൊപ്പം ജയിലിലകപ്പെട്ട ഒരു സഹപ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിന് പറയാൻ സാധിക്കും എത്രമാത്രം ശക്തിയായ ഒരു പോരാളിയാണ് ഞാൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ എല്ലാ വേദികളിലും, ഇന്ത്യൻ പാർലമെന്റിലും നിങ്ങളുടെ ശബ്ദമുയർത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ നിങ്ങളോടൊപ്പം പോരാടാൻ ഞാൻ ഉണ്ടായിരിക്കും. I said at the beginning of my speech that you have a very special relationship with my brother Rahul. ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ സഹോദരൻ രാഹുലുമായിട്ട് വളരെ പ്രത്യേകമായ വിശിഷ്ടമായ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. But I want to say that this relationship should not be special. It should be every relationship between an MP and the people he represents. ശരിക്കും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഹുലുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം ഒരു വിശിഷ്ടമായ, നിങ്ങളുടെ എല്ലാ ജനപ്രതിനിധികളുമായിട്ടും നിങ്ങൾക്കുണ്ടാകേണ്ട ബന്ധം ഇത്തരം ഒരു ബന്ധമായിരിക്കണം. And that is the politics that we represent. ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. A politics built on relationships of love, respect, compassion and truth. സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ,
അനുകമ്പയുടെ, ആർദ്രതയുടെ, സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തുന്ന ഒരു രാഷ്ട്രീയമായിരിക്കണം നമുക്ക് വേണ്ടത്. A politics in which your problems are mine, in which your worries are mine, are ours, all of us who stand here today. ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ വിഷമങ്ങൾ എൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. A politics where there is respect for your rights, where there is an understanding that all of us who are standing on this stage here have been put on this stage by you. The power belongs to you, to the people of this country, to each one of you sisters and brothers standing here. In that vote, you have the power to bring about change, to strengthen democracy and to strengthen this country. ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൽ നിങ്ങളുടെ അവകാശങ്ങൾ പരമപ്രധാനമാണ്. ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ അധികാരമുള്ളത്. ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരും ഈ വേദിയിൽ നിൽക്കുന്നത് നിങ്ങൾ നൽകുന്ന അധികാരം കൊണ്ട് തിരിച്ചറിയുന്നതാണെന്നുള്ള ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. It will be the greatest honor for me to be able to represent you in parliament. നിങ്ങളെ ഈ ജനങ്ങളെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നത് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദരമായി ഞാൻ കണക്കാക്കുന്നു. And with gratitude in my heart to be able to repay you for everything that you have done for my brother, for my family and for India. ഞാൻ എൻ്റെ ഹൃദയത്തിൽ കടപ്പാടോടുകൂടി നന്ദിയോടുകൂടി നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹോദരനും നൽകിയ സ്നേഹം മടക്കി തരുന്നത് അതും ഏറ്റവും വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നു. Thank you again for waiting for me and listening to me so carefully. നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്നതിനും എന്നോട് ശ്രദ്ധയോടുകൂടി എന്നെ ശ്രവിച്ചതിനും ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. You will be seeing me again soon. നിങ്ങൾ എന്നെ വീണ്ടും വേഗത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. And hopefully I will be able to meet as many of you personally as possible. ഞാൻ നിങ്ങളിൽ മാക്സിമം ആളുകളെ, ഏറ്റവും കൂടുതൽ ആളുകളെ വ്യക്തിപരമായി നിങ്ങളെ കാണാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. My dearest sisters and brothers, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, welcome to this meeting and thank you so much for waiting for me and for giving me so much love and affection. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് വേണ്ടി കാത്തു നിന്നതിനും എനിക്ക് ഒരുപാട് സ്നേഹം നിങ്ങൾ നൽകുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I also welcome all my colleagues from the UDF who are on stage to this meeting and thank them for being here. ഐക്യജനാധിപത്യ മുന്നണിയിലെ എൻ്റെ സഹപ്രവർത്തകരായ ഈ വേദിയിലുള്ള എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വന്നതിന് അവരോട് നന്ദി പറയുകയും ചെയ്യുന്നു. You have a very special bond with my brother Rahul. നിങ്ങൾക്ക് എൻ്റെ സഹോദരൻ രാഹുലിനോട് വളരെ പ്രത്യേകമായ വിശിഷ്ടമായ ഒരു ബന്ധമാണുള്ളത്. I'll tell you truthfully, he really loves you. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ, രാഹുൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. Every morning he calls me and every morning he asks me, how are you? I'm fine. How are things there? I say it's fine. Aren't the people lovely? I say yes, everybody is lovely, so kind to me, so loving to me, but every morning he tells me. എല്ലാ ദിവസവും രാവിലെ എൻ്റെ സഹോദരൻ രാഹുൽ എന്നെ വിളിച്ചു ചോദിക്കും, എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നു, വയനാട്ടിലെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? അപ്പം ഞാൻ പറയും എല്ലാം നന്നായിട്ട് പോകുന്നു. അവിടുത്തെ ആളുകൾ മനോഹരമായ ആളുകളല്ലേ എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കും. ഞാൻ പറയും ശരിയാണ്, അവർ ഭയങ്കര സ്നേഹമുള്ളവരാണ്, ദയയുള്ള മനുഷ്യരാണ്, എന്നോട് ഒരുപാട് സ്നേഹമുള്ളവരാണെന്ന് പറയും. I think he's still feeling bad that he's having to leave you. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും വയനാട് പാർലമെന്റ് മണ്ഡലവും നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. But my family owes you a deep debt of gratitude. എൻ്റെ കുടുംബം നിങ്ങളോട് കടപ്പാടിന്റെ വലിയൊരു കടം എൻ്റെ കുടുംബത്തിന് നിങ്ങളോടുണ്ട്. Because when my brother was facing immense difficulties, when the whole world had turned its back on him, when everybody was believing all the lies that was being spread about him by the BJP, it is you, my sisters and brothers, who stood by him, who realized that he's fighting for the truth, he's fighting for you, he's fighting for what is right. കാരണം എൻ്റെ സഹോദരൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയപ്പോൾ ബിജെപിയുടെ പ്രചരണത്തിൽ ബിജെപി അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ നുണപ്രചരണം ഒരുപാട് ആളുകൾ വിശ്വസിച്ചപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നപ്പോൾ നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ് അദ്ദേഹത്തിനൊപ്പം നിന്നത്. അദ്ദേഹം സത്യത്തിന് വേണ്ടി പോരാടി എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനൊപ്പം നിന്നത് നിങ്ങളാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ. When so many people believed
that there was no hope left. And we all were wondering what to do. How are we going to fight this immense negative power of the BJP and the propagandas they were spreading? My brother decided to walk 4,000 kilometers from Kanyakumari to Kashmir in the name of unity and peace. എല്ലാവരും വിചാരിച്ചു നമുക്കൊരു പ്രതീക്ഷയില്ല, ബി ജെ പിയുടെ ഈ വലിയ നുണപ്രചരണത്തെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്, ഒരു വഴിയുമില്ല എന്ന് ഒരുപാട് പേര് വിശ്വസിച്ചിരുന്ന സമയത്ത് ഈ രാജ്യത്ത് സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി എൻ്റെ സഹോദരൻ കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ നടക്കാൻ തീരുമാനിച്ചു. It's you who gave him the courage to do that, the strength to do that, to walk 4,000 kilometers and then to travel from Manipur to Mumbai, another 4,000 kilometers, speaking of peace, of love and brotherhood, in an atmosphere where hatred was being spread, anger was being spread, and divisions were being spread between the people of India. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ദ്വേഷവും വിദ്വേഷവും കോപവും എല്ലാം പറന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ 4000 കിലോമീറ്റർ നടക്കാൻ, മറ്റൊരു 4000 കിലോമീറ്റർ മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെ യാത്ര ചെയ്യാൻ, എൻ്റെ സഹോദരന് ഐക്യത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ എൻ്റെ സഹോദരന് കരുത്ത് നൽകിയത്, ശക്തി നൽകിയത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. And you gave him that strength and courage. You recognized his fight for what was right and for the truth, because you are the people of Wayanad. നിങ്ങൾ എൻ്റെ സഹോദരന്റെ കരുത്ത് നൽകി. അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ജനങ്ങളാണ് നിങ്ങൾ. You have a history of freedom fighters who fought the British for free India. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട്. You have a culture and a tradition of unity. നിങ്ങൾക്ക് ഐക്യത്തിന്റെ ഒരു സംസ്കാരവും ഒരു പാരമ്പര്യവും നിങ്ങൾക്കുണ്ട്. Whether it is Muslims, Christians, Hindus, all of you have lived here peacefully and known and understood that progress can only come if all of you live peacefully together. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ സമാധാനത്തോടു കൂടി ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാവരും സാഹോദര്യത്തിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് പുരോഗതി സാധ്യമാകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. You have a famous church here also, the Nadavayal church. നിങ്ങൾക്ക് ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു നടവയൽ പള്ളിയുണ്ട്. And your Puthari Mahotsavam, right? Puthari Mahotsavam is also very famous. Again, this is a festival that brings everybody together. അതുപോലെ നിങ്ങൾക്ക് പ്രസിദ്ധമായ പുത്തരി മഹോത്സവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ഈ ആഘോഷങ്ങൾ. This land of yours has a very rich history, a rich tradition, so much natural beauty, so much potential. നിങ്ങളുടെ ഈ ഭൂമി എന്ന് പറയുന്നത് അതിന് മനോഹരമായ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്, സമ്പന്നമായ ഒരു പാരമ്പര്യമുണ്ട്. എന്തുമാത്രം പ്രകൃതി ഭംഗിയാണ് ഇവിടെയുള്ളത്. ഈ ഭൂമിയിൽ ഒരുപാട് കഴിവുകളും സാധ്യതകളും ഉണ്ട്. And with this deep understanding that you have of staying united, no matter what pressures are being put on you, what attempts are being made to divide you, you understand that progress can only come if we stay united and strong. നിങ്ങൾക്ക് മേൽ എത്രമേറെ പരസ്പരം വിഭജിക്കപ്പെടാൻ എത്രയധികം സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടായാലും നിങ്ങൾ തിരിച്ചറിയുന്നു, ഒരുമിച്ച് ജീവിക്കുന്നതിൽ കൂടെ മാത്രമേ മനുഷ്യർക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്ന ആഴത്തിലുള്ള ഒരു മനസ്സിലാക്കൽ നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. Wherever I have been traveling in the last few days, I have seen potential. I have seen the strength of young people. I have seen them playing soccer in every field I pass, and I see with what dedication they are playing, what good players they are. I have gone to colleges and seen how bright the children are and what a strong future they can make for themselves. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഈ വയനാടിന്റെ സാധ്യതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന എത്ര കഴിവുറ്റ മികച്ച കളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ കോളേജുകളിലും സ്കൂളിലും പോയപ്പോൾ അവിടെ എത്ര കഴിവുള്ള ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര മികച്ച ഒരു ഭാവിക്കുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. I see how you are growing coffee, tea, peppers, spices. Again, that shows your potential. If these things were marketed properly, if there was a proper food processing, focus on food processing, then how much better you could do.
നിങ്ങൾ എങ്ങനെയാണ് കാപ്പി കൃഷി നടത്തുന്നത്, തേയില കൃഷി നടത്തുന്നത്, കുരുമുളക് കൃഷി നടത്തുന്നത്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൃഷി നടത്തുന്നത്, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായി ഇതൊക്കെ കൃത്യമായി വിപണിയിൽ എത്തിച്ചാൽ എത്രമാത്രം വയനാടിന് വികസിക്കാൻ പറ്റും എന്നുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. So I see two things. I see that you have immense potential, and yet wherever I go I also see and understand that there are huge issues you are facing, that your daily life is a struggle. ഞാൻ രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒരു വശത്ത് എത്രമാത്രം വലിയ സാധ്യതയാണ് ഈ നാടിനുള്ളതെന്ന് ഞാൻ കാണുന്നുണ്ട്. മറുവശത്ത് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ നിത്യജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നു, അതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. My sisters are standing here. I know what a struggle your life is. No matter how many members in the family are earning today, you still have difficulty making ends meet. എനിക്കറിയാം എൻ്റെ സഹോദരിമാർ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം വീട്ടിലെ എല്ലാ അംഗങ്ങളും ജോലി ചെയ്താലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. Because of the kind of price rise there is, you have to face many difficulties. കാരണം നമ്മുടെ നാട്ടിൽ എത്രമാത്രം വിലക്കയറ്റമുണ്ടോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. And as farmers in the farming community, when there are floods, when there is damage due to rain, you don't get enough compensation. നിങ്ങൾ കർഷക സമൂഹത്തിൽപ്പെട്ട കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, മഴയുണ്ടാകുമ്പോൾ, നിങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നഷ്ടപരിഹാരം ഇവിടെ കിട്ടുന്നില്ല. You have many problems of access. Roads need to be better. I was just looking at what my brother's notes, and 145 crores of roads in one single year were brought here to Wayanad, but it's still not enough. There's still more work to be done. അതില്ല, നിങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകൾ വേണം, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രവേശനം സാധ്യമാകുന്ന മെച്ചപ്പെട്ട കാര്യങ്ങൾ വേണം. ഞാൻ എൻ്റെ സഹോദരൻ്റെ നോട്ടുകളിൽ നോക്കുകയായിരുന്നു. 145 കോടി രൂപയുടെ ധനസഹായം റോഡുകൾക്ക് വേണ്ടി വയനാട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് ഇനി ഒരുപാട് ഇതിൽ ചെയ്യാനുണ്ട്. With a strong focus on agriculture, on improving your situation, on better marketing, better storage facilities and food processing units, a lot can be done here for the farmers of Wayanad. നമുക്ക് വയനാട്ടിലെ കർഷകർക്ക് വേണ്ടി അഗ്രികൾച്ചറൽ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ, അതുപോലെ സംഭരണശാലകൾ, അതുപോലെ വിപണിയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ വയനാട്ടിലെ കർഷകർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. And through that focus on agriculture, new jobs can also be generated. കൃഷിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ തൊഴിലവസരങ്ങളും ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. You have an immense issue of man-animal conflict. മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം നിങ്ങൾ ഇന്ന് നേരിടുന്നുണ്ട്. Especially dairy farmers are suffering even more from it. നമ്മുടെ അത് മാത്രമല്ല, ഇവിടുത്തെ ക്ഷീര കർഷകർക്ക് ഇതുകൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. There's a loss of cattle, loss of crops, loss of life. അത് മാത്രമല്ല, കന്നുകാലികൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ വിളകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അത് മാത്രമല്ല, മനുഷ്യ ജീവനും ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. And this is a big issue for which we have to work collectively to find a solution. ഈ ഒരു വലിയ പ്രശ്നമാണിത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. On top of this, recently when they have declared buffer zones, many settlements have gone into those buffer zones without consultation. അത് മാത്രമല്ല, ഈയിടെ അവർ ബഫർ സോൺ പ്രഖ്യാപിച്ചപ്പോൾ മനുഷ്യ അധിവാസ കേന്ദ്രങ്ങൾ പലതും ബഫർ സോണിലേക്ക് മാറ്റി. അത് നിങ്ങളോട് ചർച്ച ചെയ്യാതെയാണ് അങ്ങനെ ചെയ്തത്. So all of a sudden those villages which are coming into the buffer zone have new rules applying to them. പെട്ടെന്ന് ഒരു ദിവസം എന്താ പറയുന്നത്, ഈ ബഫർ സോണിൽ വരുന്ന ഗ്രാമങ്ങൾക്കെല്ലാം പുതിയ പുതിയ നിയമങ്ങൾ അവയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. And new problems arise. അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്, പുതിയ പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. I know that the women sanitation workers over here have been demanding insurance and job security for a long time. എനിക്കറിയാം, ഇവിടെ ശുചീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ കുറെ നാളുകളായിട്ട് അവർക്ക് തൊഴിൽ സുരക്ഷിതത്വത്തിനും ഇൻഷുറൻസിനും വേണ്ടിയുള്ള ആവശ്യം അവർക്കുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. I hope to be able to voice their demand for them and to put pressure on the governments to give them what they are asking for. അവരുടെ ആവശ്യം ഉയർത്തുന്നതിന് വേണ്ടി, അവർക്ക് ഇത് ലഭ്യമാകുന്നതിന് വേണ്ടി ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്താൻ കരുതും എന്ന് ഞാൻ കരുതുകയാണ്. Your welfare pensions have been delayed for over 6 months now. Pressure needs to be put on the government to release those also. നിങ്ങളുടെ അതുപോലെ ക്ഷേമ പെൻഷനുകൾ നിങ്ങൾക്ക് 6 മാസമായിട്ട് കുടിശ്ശികയുണ്ട്. അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഗവൺമെന്റുകളിൽ നമുക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്.
The tribal people of Wayanad are its soul. വയനാടിന്റെ ആത്മാവെന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസി സമൂഹമാണ്. And yet day after day, Narendra Modi ji's policies are eroding their rights. അതുമാത്രമല്ല, പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾ അവരുടെ അവകാശങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. In state after state, their land is being taken from them and given to big businessmen. ഓരോ സംസ്ഥാനത്തും, ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തും നമ്മുടെ ആദിവാസികളുടെ ഭൂമി എടുത്ത് ഇവിടുത്തെ അതിസമ്പന്നരായ വ്യവസായികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. Here itself you have a big issue where you still have not received compensation for lands. നിങ്ങൾക്കറിയാം, ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയ ഭൂമിക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നൊരു വലിയ പ്രശ്നം ഇവിടെ തന്നെ ഇന്നുണ്ട്. Access to good health care is a problem. അതായത് ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ ലഭ്യമല്ല എന്നൊരു വലിയ പ്രശ്നമുണ്ട്. Rahul ji put constant pressure for the medical college and some development took place, but still more pressure has to be put. Because though the government has put out the board saying medical college, it still has not started the facilities. നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജിന് വേണ്ടി കഴിയാവുന്ന സമ്മർദ്ദം രാഹുൽജി ചെലുത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായി കുറച്ച് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്? മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുള്ളതല്ലാതെ അവിടെ മെഡിക്കൽ കോളേജിന് ആവശ്യമായ യാതൊരു സൗകര്യങ്ങളും ഗവൺമെന്റ് നൽകിയിട്ടില്ല. When somebody falls ill in the family, you're afraid. You don't know what to do. There isn't a good facility available in the area. At the same time, to reach other facilities is a problem because of the night ban, because of so many other issues that you're facing. നിങ്ങൾക്കറിയാം, വീട്ടിലൊരാൾക്ക് അസുഖം വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിക്കേണ്ടതെന്ന് അറിയില്ല. അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്താൻ നിങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതുമാത്രമല്ല, രാത്രി യാത്രാ നിരോധനം ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. And these are basic needs. ഇതൊക്കെ എന്ന് പറയുന്നത് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. Basic things which are your right. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശങ്ങളാണ്. You should not be begging for a medical college. ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി നിങ്ങൾക്ക് യാചിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. You should not be crying for better roads to access health facilities, educational facilities. നിങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകൾ ഉണ്ടാകാൻ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകാൻ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് നിലവിളിക്കേണ്ട, കരയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. This is the very least that governments can do for you. നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റുകൾക്ക് ചെയ്യാവുന്ന ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. Good health services, good educational services, good roads, drinking water, it's the very least. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട റോഡുകൾ, കുടിവെള്ളം, ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭ്യമാക്കേണ്ട കുറഞ്ഞ കാര്യങ്ങളാണ്. If you look at the level of unemployment today, all the educated young people who are standing here, who are looking for jobs with no prospect of employment. നിങ്ങളിപ്പോൾ ഇന്നത്തെ തൊഴിലില്ലായ്മ അവസ്ഥ നോക്കി. ഇവിടെ വിദ്യാസമ്പന്നരായ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നിങ്ങൾ ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും നമ്മൾ ഇന്ന് കാണുന്നില്ല. Because there is no thinking about it. കാരണം ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടവർ ചിന്തിക്കുന്നില്ല. There is no focus on manufacturing. ഉൽപാദന മേഖലയിൽ യാതൊരു ശ്രദ്ധയും ഇവിടെ കേന്ദ്രീകരിക്കുന്നില്ല. Focus on agriculture, like over here as I was explaining, how much it can generate jobs. കാരണം ഇവിടെ കാർഷിക മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. മുമ്പ് നിങ്ങളോട് ഞാൻ വിശദീകരിച്ച് തന്നതുപോലെ എത്രമാത്രം കാർഷിക മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. And the public sector has also been weakened. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അവർ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. Everything that belonged to the people of India, the roads, the ports, the airports, the big public institutions, all of them are being weakened and handed over slowly to big business. നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്തൊക്കെയാണോ, നമ്മുടെ റോഡുകൾ, നമ്മുടെ തുറമുഖങ്ങൾ എല്ലാം എന്താ ചെയ്യുന്നത്? അതിനെയെല്ലാം ദുർബലപ്പെടുത്തി അതെല്ലാം ആർക്കാണ്? അതിസമ്പന്നരായ കുറച്ചു പേർക്ക് കൈമാറ്റം ചെയ്യുകയാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. So I am here today in the context of the by-election, and as you know, I am the UDF candidate. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. And I urge you to think about this election at two levels. ഞാൻ നിങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി രണ്ട് തലങ്ങളിൽ ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. The first is, who is going to fight for your needs, put pressure on these governments to get you the better roads? Who is going to create a vision for Wayanad with some focus on food processing, on agriculture, on tourism, which can show the whole world the natural beauty of Wayanad and benefit the people of Wayanad?
how are we going to work together to create this new vision and to work hard so that the future of the young people of Wayanad and of all of you is improved. ഒരു തലത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ നിത്യജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യം, നിങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകൾ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, ഇവിടെ മെച്ചപ്പെട്ട ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ, ഇതൊക്കെ സൃഷ്ടിച്ച് നിങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്താൻ, അതിനുവേണ്ടി പോരാടാൻ, വയനാടിന് വേണ്ടി ദീർഘദർശനത്തോടുകൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? അതിനെപ്പറ്റി നിങ്ങൾ ഒരു വശത്ത് ചിന്തിക്കണം. Who is going to work for you with dedication and respect and love and honesty? നിങ്ങൾക്ക് വേണ്ടി ആരാണോ സ്നേഹത്തോടുകൂടി, സത്യസന്ധതയോടുകൂടി, സമർപ്പണത്തോടുകൂടി, ബഹുമാനത്തോടു വേണ്ടി പ്രവർത്തിക്കുന്നത്? അതിനെപ്പറ്റി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വശത്ത് നിന്ന് ചിന്തിക്കണം, ഒരു തലത്തിൽ ചിന്തിക്കണം. And at another level, I want you to think about where our country stands today. മറ്റൊരു തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം. Where the politics of the BJP, which is spread across the country, is a politics of hatred, of anger, of divisiveness and of distraction. അതുമാത്രമല്ല, ഈ രാജ്യത്ത് മുഴുവൻ നിലനിൽക്കുന്ന BJPയുടെ വിദ്വേഷത്തിന്റെ, ദേഷ്യത്തിന്റെ, അതുപോലെ വിശ്വസ്തതയില്ലായ്മയുടെ, ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ആ രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചിന്തിക്കണം. The real issues of the people are not discussed. ഈ real problems are not resolved. ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഈ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ ഇവിടെ കണ്ടെത്തുന്നില്ല. Unemployment, as I said, is at a high. Prices are rising without any sort of idea that they might actually stop at some point. They just continue to rise. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ നിരക്കിലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ വിലക്കയറ്റം കുതിച്ചുയരുകയാണ്. അതിനെ തടയാനുള്ള ഒരു ആശയവും ഇവിടെ നടപ്പിലാകുന്നില്ല. As I said, basic services are not available. അത് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും പോലും നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് ലഭ്യമല്ല. And the discussion is not about this. Politics is not focused on resolving this. The politics of the BJP is only focused on distracting you from your problems. അത് മാത്രമല്ല, രാജ്യത്തെ രാഷ്ട്രീയത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ പറ്റി അല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയമാണ്. Because its only aim remaining in power, no matter what the cost is. എന്ത് വില കൊടുത്താലും എന്നത് മാത്രമാണ് BJPയുടെ രാഷ്ട്രീയം. And you have seen that yourselves in Wayanad. അത് നിങ്ങൾ ഈ വയനാട്ടിൽ തന്നെ നിങ്ങൾ അത് കണ്ടിട്ടുണ്ട്. There was a terrible disaster here a few months back. ഇവിടെ അതിദാരുണമായ ഒരു പ്രകൃതി ദുരന്തം ഏതാനും മാസങ്ങൾ മുമ്പ് ഇവിടെ നടന്നു. When my brother and I visited here, I remember meeting children who had lost their whole families. ഞാനും എൻ്റെ സഹോദരനും കൂടെ ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു ജീവിതത്തിലെ കുടുംബാംഗങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. Old grandmothers who had nobody left to look after them. പ്രായമായ മുത്തശ്ശിമാരെ, അവരെ നോക്കാൻ ആരും ഇല്ലാത്ത മുത്തശ്ശിമാരെ ഞങ്ങൾ കണ്ടു. Mothers who lost every single child. എല്ലാ കുഞ്ഞുങ്ങളുടെ, എല്ലാ മക്കളെയും നഷ്ടപ്പെട്ട അമ്മമാരെ നമ്മൾ ഇവിടെ കണ്ടു. And yet when it came to give compensation, to send the funds required to help those families, those funds were not sent. അത് മാത്രമല്ല, എന്നിട്ട് നിങ്ങൾക്ക് ആ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാകേണ്ട സാഹചര്യം വന്നപ്പോൾ ഇതുവരെ അവർക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള സാമ്പത്തിക സഹായം നൽകിയിട്ടില്ല. Even a disaster like that, which caused immense pain to people, was politicized by the BJP. ഇങ്ങനെയുള്ള, അതായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്ര ദുരിതവും വേദനയും ഉണ്ടാക്കിയ ഒരു പ്രകൃതി ദുരന്തത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് BJP ചെയ്തത്. So this is where we stand today. We stand in a place where you have to think about your country, you have to think about your own needs, and you have to think about what kind of politics you want.
prevalent in the nation. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അതേസമയം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലിരിക്കുന്നതും അതുകൂടി നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടതുണ്ട്. This vote that you have is the greatest power that the Constitution has given you. നിങ്ങൾ ചെയ്യാൻ പോകുന്ന Stand up for democracy. You have to stand up for your country and you have to recognize the kind of politics that you are seeing. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ട സമയമാണ്. എന്താണോ ശരി അതിനു വേണ്ടി നിൽക്കുന്ന സമയമാണ്. എന്താണോ ഈ രാജ്യത്തെ ഭരണഘടന അതിനു വേണ്ടി നിൽക്കേണ്ട സമയമാണ് ഇന്നത്തെ സമയം എന്ന് പറയുന്നത്. You are my sisters and brothers here in Wayanad. You recognize that my brother was standing for the truth and fighting against huge forces all by himself. You were the first to recognize it. എൻ്റെ ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളാണ് എൻ്റെ സഹോദരൻ സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. So I have no doubt in my heart that you know what is good for our nation. എനിക്ക് അതുകൊണ്ട് ഈ രാജ്യത്തിന് നല്ലത് എന്താണ് എന്ന കാര്യത്തിൽ നിങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ യാതൊരു സംശയവുമില്ല. You know what is right and you will stand for it again. എന്താണ് ശരി എന്ന് നിങ്ങൾക്കറിയാം. എന്താണോ ശരി അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിലനിൽക്കുമെന്നും എനിക്ക് കൃത്യമായി അറിയാം. For me, each one of you represents a sense of duty and responsibility. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് എനിക്ക് നിങ്ങളോടുള്ള കടമകളാണ്. എനിക്ക് നിങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. Every time you meet me with love, you hug me, you kiss me, you call me into your homes, you bring me a flower. I know what it means. ഓരോ പ്രാവശ്യം നിങ്ങൾ എന്നെ കാണുമ്പോൾ, നിങ്ങൾ എനിക്ക് സ്നേഹം നൽകുമ്പോൾ, നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്യുമ്പോൾ, നിങ്ങൾ എനിക്ക് ഉമ്മകൾ തരുമ്പോൾ, നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ, നിങ്ങൾ എനിക്കൊരു പൂവ് തരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു അതിന് എത്രമാത്രം അർത്ഥമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. It means that you expect a commitment from me. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നിൽ നിന്നൊരു പ്രതിബദ്ധത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. You expect honesty from me. You expect loyalty from me. എന്നിൽ നിന്ന് സത്യസന്ധത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നിൽ നിന്ന് വിശ്വസ്തത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. And you expect me to understand what a privilege, what an honor it is for me that you give me your love. നിങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്നേഹം എനിക്ക് തരുന്നതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വിശേഷപ്പെട്ട ഒരു സൗഭാഗ്യമാണ്, എത്രമാത്രം വലിയ ആദരവാണെന്ന് ഞാൻ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. So I want you to know that I fully understand it and I am grateful for you. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അത് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. അതിന് ഞാൻ നിങ്ങളോട് കടപ്പാടുള്ളവളുമാണ്. If you give me the chance to represent you in parliament, I will show you that I can work harder than anybody else for you. I will voice your grievances everywhere. I will fight for you. I will put pressure on the governments, state and the central government, and you will see that you will have by your side a tough fighter who does not back down when your needs are questioned. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലും മറ്റെല്ലാ വേദികളിലും നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നുള്ള ഒരു കരുത്തയായ പോരാളിയെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ആ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാത്ത കരുത്തയായ ഒരു പോരാളിയെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. Thank you for waiting for me here today and thank you for listening to me. എനിക്ക് വേണ്ടി ഇവിടെ കാത്തുനിന്നതിനും എന്നെ ശ്രദ്ധിച്ചു കേട്ടതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I hope that with your support I will be able to carry forward all the work that my brother has done here and to show you that so much more can still be done together. ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ പിന്തുണയോടുകൂടി എൻ്റെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെല്ലാം തുടരാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല അതിലും കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. Thank you. നന്ദി. താങ്ക് യു. My dearest sisters and brothers, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, thank you for being here today and thank you for the love and affection which you have been giving me ever since I have started campaigning here in Wayanad. നിങ്ങൾ ഇവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അത് മാത്രമല്ല, വയനാട്ടിൽ ഞാൻ പ്രചരണം തുടങ്ങിയത് മുതൽ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന്, ഇഷ്ടത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്.
And how beautiful is this land of Wayanad? വയനാട് എന്ന് പറയുന്ന ഈ ഭൂമി എത്ര മനോഹരമായ ഒരു നാടാണ്. I did not know myself. എനിക്കിത് ഇത്ര മനോഹരമാണ് വയനാടെന്ന് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. Now that I have been moving around, I have seen how beautiful, how much natural resource you have, and how much potential Wayanad has. ഇപ്പൊ ഞാൻ വയനാട്ടിൽ യാത്ര ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു എത്ര പ്രകൃതി സൗന്ദര്യവും പ്രകൃതി വിഭവങ്ങളും ഈ വയനാട്ടിലുണ്ട്. വയനാട്ടിന് എന്തുമാത്രം കഴിവുണ്ട്, സാധ്യതയുണ്ട് എന്നൊക്കെ ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. After the election, I want to go to the Sita Devi Lavkush temple also. ഇലക്ഷന് ശേഷം ഞാൻ സീതാദേവി ലവകുശ ക്ഷേത്രത്തിലേക്ക് അവിടെ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. It's truly an honor for me to be representing the UDF here and to be your candidate from Wayanad. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കാൻ, നിങ്ങളെ പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം, ഒരു വലിയ ആദരവായിട്ട് ഞാൻ കാണുന്നു. Your relationship with my brother, a relationship of love, of strength, of respect, should be an example of the relationship between a leader and a people that he represents for all across our country. നിങ്ങളും എൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം സ്നേഹത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, കരുത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ ഒരു ബന്ധമെന്ന് പറയുന്നത് ഈ രാജ്യം മുഴുവൻ ജനങ്ങളും ജനപ്രതിനിധികളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമായി രാജ്യം മുഴുവൻ ഉണ്ടാവണം. That is what it should be. That a politician, a representative of the people, a leader of the people, truly from his heart loves them, represents their needs, their demands, and is honest towards them. ശരിക്കും ആ ബന്ധം അങ്ങനെ ആയിരിക്കണം. ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയോ രാഷ്ട്രീയ നേതാവോ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളെ സ്നേഹിക്കണം. അതുമാത്രമല്ല, അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ അതിനെ പ്രതിനിധീകരിക്കുകയും അത് പരിഹരിക്കാൻ പോരാടുകയും ചെയ്യുന്ന ആളായിരിക്കണം രാഷ്ട്രീയ നേതാവ്. And the foundation of our country was laid on a politics and a thinking which reflected the same kind of relationships. ഈ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയം രൂപപ്പെടുത്തിയെടുത്തത്. ഇത്തരം ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തിൽ നിന്നാണ്. Had it not been for your strength and your support, my brother would not have had the courage to walk from Kanyakumari to Kashmir and to travel from Manipur to Mumbai in the name of peace, in the name of unity, and in the name of India. സമാധാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെയും മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെയും യാത്ര ചെയ്യാനുള്ള ധൈര്യം നിങ്ങളില്ലായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഉണ്ടാകുമായിരുന്നില്ല. It's true, it's you who gave him the strength to do it. And we are really grateful to you for it. അത് സത്യമാണ്. നിങ്ങളാണ് അങ്ങനെ നടക്കാനുള്ള ധൈര്യം എൻ്റെ സഹോദരന് നൽകിയത്. അതിന് ഞങ്ങൾ നിങ്ങളോട് കടപ്പാടുള്ളവരാണ്. So my brother has been explaining to me what are the main issues here in Wayanad, but also as I'm traveling and I'm meeting more and more of you, I'm beginning to understand this for myself. എൻ്റെ സഹോദരൻ വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ വയനാട്ടിൽ ദിവസം സംസാരിക്കുകയും സഞ്ചരിക്കുകയും നിങ്ങളോട് ഓരോരുത്തരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ തനിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. And what I'm understanding is that there is great potential here, but at the same time there are also great difficulties. ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ വയനാട്ടിൽ വളരെയധികം സാധ്യതകളുണ്ട്, അതേസമയം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും മറ്റൊരു വശത്തുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. You have a extensive farming community here. I just stopped on the way. I saw some Manrega workers working. I saw some coffee workers also working under the coffee trees. ഇവിടെ നിങ്ങൾക്ക് വളരെ വിപുലമായ ഒരു കർഷക സമൂഹമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് പേരെ കണ്ടു. അതുപോലെ കാപ്പി കൃഷി നടത്തുന്ന കാപ്പി മരങ്ങൾക്ക് താഴെ അവരെ ഞാൻ വരുമ്പോൾ കാണുകയുണ്ടായി. We need much more focus on agriculture, on food processing specially. നമ്മൾ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുപോലെ ഭക്ഷ്യ സംസ്കരണത്തിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. So that the work that you do daily, the work that farmers do, they toil for the country to feed us all, that should actually come to fruition.
അതല്ല, നിങ്ങൾ ഓരോ ദിവസവും ഇവിടുത്തെ കർഷകരെന്ന് പറയുന്നത് ഈ രാജ്യത്തിന് അന്നം നൽകാൻ വേണ്ടി ദിവസവും കഷ്ടപ്പെടുന്നവരാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ഫലം ഉണ്ടാവണം. I know that they have faced a lot of difficulties lately. There has been a fall in the prices of crops that has deeply affected them. എനിക്കറിയാം കർഷകർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. അടുത്ത കാലത്ത് കാര്യമായിട്ട് വിളകളുടെ വില കുറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. Dairy farmers are especially affected. ക്ഷീര കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതായി അറിയാം. They need support. അവർക്ക് പിന്തുണ ആവശ്യമുണ്ട്. They suffer a lot due to the man-animal conflict. മനുഷ്യ വന്യജീവി സംഘർഷം മൂലം അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. Loss of cattle, loss of crop, loss of life. കന്നുകാലികളെ നഷ്ടപ്പെടുന്നു, വിളകൾ നഷ്ടപ്പെടുന്നു, അത് മാത്രമല്ല ഒരുപാട് ജീവനും നഷ്ടപ്പെടുന്നു. I just met the widow and daughter of a gentleman who had been crushed by a wild elephant some time back. ഒരു കാട്ടാനയാൽ കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒക്കെ മകളെയൊക്കെ ഞാൻ കുറച്ചു മുമ്പ് കാണുകയുണ്ടായി. She told me how when her husband was injured and she took him to the what is called the medical college, they referred him to Qvive, and by the time he reached there he had already passed away. എന്നോട് അവർ പറയുകയുണ്ടായി, അവരുടെ ഭർത്താവിന് ആ കാട്ടാന ആക്രമണത്തിൽ മുറിവേറ്റപ്പോൾ ഇപ്പൊ നിങ്ങൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ സൗകര്യങ്ങളില്ലായിരുന്നു. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കോഴിക്കോട് കൊണ്ടുവന്നപ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചുപോയി. And his daughter told me how important it is that that medical college should be fully equipped with facilities. അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ എന്നോട് പറയുകയായിരുന്നു, നിങ്ങൾക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകേണ്ട ഒരു മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് വേണ്ടത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയുണ്ടായി. I know that my brother has tried very hard and voiced your demand for the medical college again and again, and due to that the status of the hospital has been changed, but the facilities have still not been given. എനിക്കറിയാം എൻ്റെ സഹോദരൻ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തികളുടെ ഫലമായി അവിടെ മെഡിക്കൽ കോളേജ് എന്നുള്ള പേര് മാറ്റി മെഡിക്കൽ കോളേജ് എന്നാക്കി. പക്ഷെ അവിടെ ആവശ്യത്തിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. And every single day that I am here, person after person tells me how this is the most important thing for you. I want to reassure you that I will keep fighting for it, and I will pressurize the government as much as possible so that you get the facilities that you deserve. ഞാൻ ഇവിടെയുള്ള ഓരോ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മാറി മാറി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മെഡിക്കൽ കോളേജ് എന്നത് നിങ്ങൾക്ക് എത്ര പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണെന്ന്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, എനിക്കാവുന്ന വിധത്തിൽ എത്രമാത്രം പോരാടാൻ സാധിക്കുമോ അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പോരാടുമെന്ന്. And this lady who I just met was explaining to me how her house is right next to the forest and how the man-animal conflict is such a big issue for everybody. I am also aware that certain areas have been declared buffer zones, and certain villages have now come in, those settlements have come in those buffer zones, and rules have changed. So everything has changed for the people living there, but they were not even consulted. അത് മാത്രമല്ല, ഞാനിപ്പോൾ കണ്ട ഒരു സ്ത്രീ എന്നോട് പറയായിരുന്നു, അവരുടെ വീട് എന്ന് പറയുന്നത് കാട്ടിനടുത്താണ്. അതുകൊണ്ട് ഈ മനുഷ്യ വന്യജീവി സംഘർഷം വരുമ്പോൾ അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുന്നു. അത് മാത്രമല്ല, ബഫർ സോൺ പുതുതായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ബഫർ സോണിലാകുകയാണ്. പെട്ടെന്നൊരു ദിവസം പുതിയ നിയമങ്ങൾ വരുന്നു. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയാം. So while the forest has to be protected and animals also have to be protected, but human life is above that. And we have to do all we can to protect human life, to protect your settlements, and to protect you from this continuous problem that you're facing. നമുക്കറിയാം, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്, വനങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, മൃഗങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിലുപരിയായി മനുഷ്യന്റെ ജീവൻ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. The Manrega workers I met just now told me that their wage is 346 rupees a day. Their wages need to be increased. Earlier, Manrega used to be a job provider for many, especially the poorest of the poor. And today, because the government has weakened it and reduced funds, those wages are less, and less people are getting jobs in Manrega.
അത് മാത്രമല്ല, ഞാനിപ്പോൾ കണ്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നോട് പറയായിരുന്നു 346 രൂപയാണ് അവർക്ക് ദിവസം കിട്ടുന്നത്. അവർക്ക് ഇതിൽ കൂടുതൽ ശമ്പളം ലഭിക്കണം. അതുമാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വെട്ടിക്കുറച്ചത് മൂലം തൊഴിലുറപ്പ് പണി അത് വളരെയധികം അത് കരുത്തായി അതിൻ്റെ കരുത്ത് പോയിട്ടുണ്ട്, അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റേണ്ടതുണ്ട്, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ തൊഴിലവസരങ്ങൾ മുൻപത്തേതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. So lack of healthcare, lack of educational facilities are big issues. നിങ്ങൾക്ക് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ അപര്യാപ്തത, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതുപോലെ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളുടെ കുറവ് അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. And my brother attempted to help you with some of these issues by starting medical vans in tribal areas and which were providing primary health care. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആദിവാസി മേഖലകളിൽ മെഡിക്കൽ വാൻ പോലെയുള്ള സംവിധാനങ്ങൾ തുടങ്ങി എൻ്റെ സഹോദരൻ ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളെ ഒരു പരിധിവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. But there's much more that can be done. പക്ഷെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. Much more that he wanted to do as well. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടായിരുന്നു. And I would like to carry forward. ആ കാര്യങ്ങൾ തുടർന്ന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ കാര്യങ്ങൾ തുടരും. You really need good infrastructure to improve tourism here. ഇവിടെ വിനോദസഞ്ചാരം കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. With the kind of beauty you have, the whole world should see it. വയനാട്ടിനുള്ള ഇത്രയും മനോഹരമായ സൗന്ദര്യം ലോകം മുഴുവൻ വയനാടിന്റെ ഈ സൗന്ദര്യം കാണണം. And with infrastructure, we talk about roads and the Bairakupa bridge. You have to take a ferry when you cross to Karnataka. And that bridge you have been waiting for 30 years has still not been built. നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കുള്ള ബൈറകുപ്പ പാലമുണ്ട്. അവിടെ നിങ്ങൾക്കൊരു കടന്ന് മാത്രമേ നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇതിനു വേണ്ടി 30 വർഷങ്ങളായി നിങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. So there are deep issues here for which we need to keep pressurizing the government, like the medical college, like the man-animal conflict and the night ban which is on the roads. നിങ്ങൾക്ക് അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ മെഡിക്കൽ കോളേജ്, രാത്രി യാത്രാ നിരോധനം, അതുപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റുകളിൽ നമ്മൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. And there is also a future vision we need for Wayanad. അതുമാത്രമല്ല, വയനാടിന്റെ ഭാവിക്ക് വേണ്ടി ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. Where we can take your talent, we can take your potential and grow it and increase it so that you can feel the maximum effect of it. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സാധ്യതകളെ ഏറ്റവും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പുരോഗതി നിങ്ങൾ കാണുന്ന ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് വയനാടിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം. I feel that with a very strong focus on agriculture, on food processing, on proper marketing of the crops and the products that you produce, a lot can be done. ഇവിടെ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ, കൂടുതൽ ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ നല്ല ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ വയനാട്ടിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. This will also generate new employment opportunities. നിങ്ങൾക്ക് ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇത് സഹായകമാകും. In the same way, a lot can be done, as I said, to build infrastructure for tourism, ecotourism, and also other forms of tourism. പലതരത്തിലുള്ള വിനോദസഞ്ചാര മേഖലകൾക്ക് വേണ്ടി, പരിസ്ഥിതി ടൂറിസം ഉൾപ്പെടെയുള്ള ടൂറിസത്തിന് വേണ്ടി, വിനോദസഞ്ചാരത്തിന് വേണ്ടി ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. So with a good plan to move forward by strengthening these sectors, by taking your potential and maximizing it, by strengthening what you can already do, by providing opportunities to your children. For example, in sports, where there is so much talent in Wayanad, whether it is soccer or volleyball or archery, it can also be improved, and those children can have opportunities to go abroad, the world over, and show their talent. വയനാടിന്റെ ഇത്തരം എല്ലാ സാധ്യതകളും കഴിവുകളും നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് വിപുലപ്പെടുത്താൻ സാധിക്കും. ഉദാഹരണത്തിന് ഇവിടെ ഫുട്ബോൾ കളിക്കുന്നവർ, വോളിബോൾ കളിക്കുന്നവർ, അതുപോലെ അമ്പെയ്ത്ത് പരിശീലിക്കുന്നവർ, അങ്ങനെ ഒരുപാട് കഴിവുള്ളവരുണ്ട്. ആ കുട്ടികളെയൊക്കെ നമുക്ക് പഠിപ്പിച്ച് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുത്ത് അവർക്ക് വിദേശത്ത് പോയി പഠിക്കാനും മത്സരിക്കാനും ഒക്കെ സാധിക്കുന്നു. അങ്ങനെ പല രീതിയിൽ വയനാടിന്റെ സാധ്യതകൾ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും. So I think that with a good plan to move forward and a good vision for the future, we can really do a lot.
ഒരു കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് പോയാൽ, ഭാവിക്ക് വേണ്ടി മുൻപോട്ട് പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. And I would like to travel around Wayanad, reach out to as many of you as possible, come to your homes, understand your problems, see what we can do to resolve them and make this strong plan for you. അത് മാത്രമല്ല, എനിക്ക് പറ്റുന്നിടത്തോളം വയനാട്ടിൽ യാത്ര ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് നിങ്ങളോട് ഓരോരുത്തരോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയുമായി മുൻപോട്ട് എനിക്ക് പോകണം. So if you give me a chance and you choose me as your member of parliament, I can assure you that I will continue to strengthen this bond that you have with my brother. I will work harder for you than anybody else, and I will do all I can to give you a better future. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ പ്രതിനിധീകരിക്കാൻ, നിങ്ങളുടെ ജനപ്രതിനിധിയാവാൻ നിങ്ങൾ എനിക്കൊരു അവസരം നൽകിയാൽ എന്നാൽ സാധ്യമായത് മുഴുവൻ എൻ്റെ സഹോദരന് വയനാട്ടുകാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എൻ്റെ പരമാവധി പരിശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. You have welcomed me into your homes with love and affection. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടു കൂടിയാണ് നിങ്ങൾ സ്വാഗതം ചെയ്തിട്ടുള്ളത്. I see you waiting on the roads with flowers, waiting to hug me, wanting to kiss me, calling me to your homes. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ I'll come down and hug you. നിങ്ങൾ എന്നെ റോഡിൽ പൂക്കളുമായിട്ട് കാത്തു നിൽക്കുകയാണ്, എന്നെ കെട്ടിപ്പിടിക്കാൻ, എനിക്ക് ഉമ്മ തരാൻ നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഞാൻ വന്ന് I will hug you, നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാന്ന് പറയുകയാണ്. And I don't take this affection lightly. ഞാൻ നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തെ ഞാൻ ഒരിക്കലും നിസ്സാരമായിട്ട് എടുക്കില്ല. It is a great honor for me, it is a great privilege, and it is a great responsibility. നിങ്ങൾ തരുന്ന ഈ സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആദരവാണ്, ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ സ്നേഹം എനിക്കുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വവുമാണ്. I can see so many of my sisters here. അവിടെ എനിക്ക് എൻ്റെ ഒരുപാട് സഹോദരിമാരെ കാണാൻ സാധിക്കും. You are young, but you are a mother, and I can see that you are also a mother. And you, those who are mothers, understand that once you have children, that becomes the most important thing. ഇവിടെ ഉള്ളത് ഇത് ചെറിയ കുട്ടിയാണ്, പക്ഷെ അവിടെ ഒരു അമ്മയുണ്ട്, അവിടെ ഒരു അമ്മയുണ്ട്. എനിക്ക് കാണാൻ സാധിക്കും, അമ്മമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ ഒരിക്കലും അമ്മയായി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. You can be tired, you can have any problem, but if your child is hungry, you will be awake and give the child food till he gets satisfied. നിങ്ങൾ ചില സമയത്ത് ഒരുപാട് ക്ഷീണിച്ചിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടാകും, പക്ഷെ നമ്മുടെ കുഞ്ഞിന് വിശക്കുകയാണെങ്കിലോ നമ്മൾ രാത്രി ഉണർന്നെഴുന്നേറ്റ് കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റുന്നത് വരെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. And we women, from the beginning of our lives, we tend to put ourselves behind and everybody else is more important in the family, and we look after our children in the same way. പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ പുറകോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെ സംരക്ഷിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരാണ് നമ്മൾ സ്ത്രീകൾ. We understand responsibility, we understand sacrifice, we understand duty. നമ്മൾക്ക് ഉത്തരവാദിത്തം എന്താണെന്ന് നമുക്ക് സ്ത്രീകൾക്കറിയാം, ത്യാഗം എന്താണെന്ന് നമ്മൾ സ്ത്രീകൾക്കറിയാം, എന്താണ് ഉത്തരവാദിത്തം, കടമ എന്താണെന്ന് സ്ത്രീകൾ എന്ന നിലയിൽ നമുക്കറിയാം. That's why we are stronger than all these men. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ള എല്ലാ പുരുഷന്മാരെക്കാളും കരുത്തരായിട്ട് നിൽക്കുന്നത്. So I am here to tell you that I understand. ഞാൻ നിങ്ങളോട് ഇവിടെ പറയുന്നത് എന്താണ്, എനിക്കത് മനസ്സിലാകുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. For me you are more important today than anything else. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ജനങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. My duty to you is like my duty to my children. My responsibility towards you is the same. My feeling of love towards you is the same. എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് തോന്നുന്ന ഉത്തരവാദിത്തത്തിന് തുല്യമാണ്. എനിക്ക് നിങ്ങളോടുള്ള കടമ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോട് തോന്നുന്ന കടമയ്ക്ക് തുല്യമാണ്. എനിക്ക് നിങ്ങളോട് തോന്നുന്ന സ്നേഹം എന്ന് പറയുന്നതും എൻ്റെ കുട്ടികളോട് തോന്നുന്ന സ്നേഹം പോലെയാണ്. You have given my family so much love and affection. You are giving me so much affection. നിങ്ങൾ എൻ്റെ കുടുംബത്തിന് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിയിട്ടുണ്ട്. നിങ്ങൾ എനിക്കും ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിയിട്ടുണ്ട്. From today your pain is my pain. ഇന്നു മുതൽ
നിങ്ങളുടെ വേദന എന്ന് പറയുന്നത് എന്റെയും കൂടി വേദനയാണ്. And your troubles are my troubles. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇന്നു മുതൽ എന്റെയും കൂടി ബുദ്ധിമുട്ടുകളാണ്. And I will work hard so that your troubles lessen, so that you have a brighter future, so that your children can enjoy a happy life and can get whatever they rightly deserve. നിങ്ങളുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കഠിനാധ്വാനം ചെയ്യും. തൽഫലമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ഭാവിയും നിങ്ങളുടെ ജീവിതം ഉണ്ടാകാൻ വേണ്ടി എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ അധ്വാനിക്കും ഇന്നു മുതൽ. And it is my promise to you that I will not let you down. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ്, നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നത് എൻ്റെ ഉറപ്പാണ്. Thank you. Thank you for listening to me and thank you for being here even though it's raining. I am very grateful to you. നിങ്ങൾ ഇവിടെ വന്നതിനും എന്നെ കേട്ടതിനും, ഇത് മഴയായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കേട്ടതിനും വളരെയധികം നന്ദിയുണ്ട്. ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി. My dearest sisters and brothers, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, thank you for being here today and thank you for giving me this welcome filled with love and affection. ഇവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അത് മാത്രമല്ല, ഇത്രയും സ്നേഹവും ഇഷ്ടവും നിറഞ്ഞ ഒരു സ്വാഗതം നിങ്ങൾ എനിക്ക് നൽകിയതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I know you have a very special relationship with my brother. എനിക്കറിയാം, നിങ്ങൾക്ക് എൻ്റെ സഹോദരനോട് വളരെ പ്രത്യേകമായ വിശിഷ്ടമായ ഒരു ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. He has been your MP for 5 years. 5 വർഷം അദ്ദേഹം നിങ്ങളുടെ ജനപ്രതിനിധിയായിരുന്നു, നിങ്ങളുടെ MP ആയിരുന്നു. But more than that, he has been your son, your brother. പക്ഷെ അതിലുപരിയായി, ഒരു MP എന്നതിലുപരി അദ്ദേഹം നിങ്ങളുടെ മകനായിരുന്നു, നിങ്ങളുടെ സഹോദരനായിരുന്നു. And I know that in his heart he feels for you the same way that you feel for him. എനിക്കറിയാം, നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹം അദ്ദേഹത്തോട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ അതുപോലെയുള്ള സ്നേഹം അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളോട് ഉണ്ടെന്ന് എനിക്കറിയാം. He truly loves you from his heart. എൻ്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. In many ways he was very alone in his journey, in his fight against the policies of the ideology. ബിജെപിയുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെ, ബിജെപിയുടെ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ പല തരത്തിലും എൻ്റെ സഹോദരൻ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. He was standing for the truth. He was standing for all the values that our country was built on. അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. ഏതൊക്കെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ രാജ്യത്തെ പടുത്തുയർത്തിയത്, ആ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. He was fighting alone, no matter what they said about him, no matter how many lies they spread about him, no matter how much they tried to hurt and harm him. അദ്ദേഹത്തെ പറ്റി എത്രയധികം നുണപ്രചരണങ്ങൾ അവർ നടത്തിയപ്പോഴും, അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ അവർ പറഞ്ഞപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന്, അദ്ദേഹത്തെ എത്രമാത്രം വേദനിപ്പിച്ചെങ്കിലും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ് ചെയ്തത്. They launched such a massive campaign to tarnish his reputation and told so many lies about him that many people believed them and many people turned their backs on him. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ സത്കീർത്തി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനെതിരെ നുണകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ വലിയൊരു പ്രചരണ പദ്ധതി തന്നെ നടപ്പിലാക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് അവർ പറഞ്ഞു പരത്തിയ നുണകൾ വിശ്വസിച്ചു. And at the time that was most difficult for him, when his struggle was at its hardest, it was you, my sisters and brothers of Wayanad, who stood by him, who gave him love, who recognized that he was fighting for you, fighting for the right things, and who gave him the strength and courage to carry on. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റവും കൂടിയിരുന്ന സമയത്ത്, എൻ്റെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, നിങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം നിന്നത്. നിങ്ങളാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. അദ്ദേഹം സത്യത്തിന് വേണ്ടി പോരാടുകയാണെന്ന് തിരിച്ചറിഞ്ഞത് നിങ്ങളാണ്. My family and I will always be grateful to you for this. ഇതിനു വേണ്ടി ഞാനും എൻ്റെ കുടുംബവും എല്ലാ കാലത്തും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. We can never repay to you the love and affection you have given us and everything that you have given us.
നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്നേഹം, ഇഷ്ടം അതൊരിക്കലും നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതിനപ്പുറമാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. You belong to a beautiful land. നിങ്ങൾ ഇവിടെ മനോഹരമായ ഒരു നാടാണ് നിങ്ങളുടേത്. It is so blessed with natural beauty. നിങ്ങൾ അത്രമാത്രം പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് നിങ്ങളുടേത്. It has so much potential. ഇവിടെ ഒരുപാട് സാധ്യതകളും കഴിവുമുള്ള ഒരു നാടാണ് നിങ്ങളുടേത്. The crops you grow here, the coffee, the pepper, the tea, the banana crops. അതല്ല, നിങ്ങൾ ഇവിടെ നടത്തുന്ന കാപ്പി കൃഷി, നിങ്ങൾ ഇവിടെ വാഴ കൃഷി നടത്തുന്നു, അതുപോലെ കുരുമുളക് കൃഷി നടത്തുന്നു. ഇവിടെ നിങ്ങൾ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. The young people, their courage, their strength, the fact that they are educated, their perseverance. അത് മാത്രമല്ല, ഇവിടെയുള്ള ചെറുപ്പക്കാരെ അവർ ധൈര്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്, അവർ വിദ്യാസമ്പന്നരാണ്. അത് മാത്രമല്ല, സ്ഥിരോത്സാഹം ചെയ്യുന്ന ചെറുപ്പക്കാര് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. And more than anything else, you stand as a shining example in India of unity. അത് മാത്രമല്ല, എല്ലാറ്റിനും ഉപരിയായി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു തിളങ്ങുന്ന ഉദാഹരണമായിട്ടാണ് വയനാടും വയനാട്ടിലെ ജനങ്ങളും ഇന്ന് നിലനിൽക്കുന്നത്. You have beautiful temples, churches, mosques. നിങ്ങൾക്ക് people of all religions living happily together, understanding that unless there is unity amongst you, there cannot be progress. നിങ്ങൾക്ക് മനോഹരങ്ങളായ ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്. എല്ലാ മതത്തിലും പെട്ട ആളുകൾ ഇവിടെ സ്നേഹത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി മനുഷ്യർ ഒരുമിച്ച് നിന്നാൽ മാത്രമേ പുരോഗതി ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. And especially today, when there is so much fear being spread amongst communities, so much anger being spread, so much divisiveness being sowed between brother and brother, sister and sister, only to gain from it politically, only to remain in power. You stand as an example of what this nation truly stands for. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ രാജ്യത്തെ സഹോദരി സഹോദരന്മാർക്കിടയിൽ, സഹോദരനും സഹോദരിക്കുമിടയിൽ ഭയവും ദേഷ്യവും വിദ്വേഷവും ഒക്കെ വളരുന്ന ഒരു കാലത്ത് ഈ രാജ്യം എന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത്, ഈ രാജ്യത്തിന് ഐക്യത്തിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്, അതിന്റെ ഉദാഹരണമായിട്ടാണ് വയനാട്ടിലെ ജനങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി മുഴുവൻ നിലനിൽക്കുന്നത്, രാജ്യത്ത് നിലനിൽക്കുന്നത്. So it is the greatest honor for me today to be standing here as the UDF candidate in this election and to be hoping to represent a great people like you in the Parliament of India. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതും നിങ്ങളെ പോലെ മഹത്തായ ഒരു ജനതയെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. Now, as I have been traveling around Wayanad, as I said, I have seen what immense potential you have. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വയനാട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എത്രമാത്രം സാധ്യതകളും കഴിവുമാണ് വയനാട്ടിൽ ഉള്ളതെന്ന്. But slowly as I am meeting people and understanding their lives, I am also seeing what great problems you have and how many daily battles you fight. പതുക്കെ അത് മാത്രമല്ല, ആളുകളെ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, എത്രമാത്രം പോരാടിയാണ് നിങ്ങൾ ഓരോ ദിവസവും മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. Rising prices, rising unemployment, policies of the government that are not made to benefit you, all these are slowing your growth. നിങ്ങൾക്കറിയാം, വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യതയില്ലാത്ത ഗവൺമെന്റിന്റെ നയങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിച്ചുകൊണ്ട് മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. You are working hard day and night, whether you work in the farms or you have a job or whether somebody has gone abroad to work. You work hard day and night, but you still cannot make ends meet. Still it is difficult. Prices are so high. And it's difficult when you educate your children and you do everything possible to give them the best education, and yet they can see no future. No jobs are available to them. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ചിലർ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നു, ചിലർ മറ്റു ജോലി ചെയ്യുന്നു, ചിലർ വിദേശത്ത് പോയി പണിയെടുക്കുന്നു. പക്ഷെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും നിങ്ങൾ കാണുന്നില്ല. Here in this very area, you grow banana,
and you know that the price of your crops keeps falling, and that deeply affects your produce and your farming. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇവിടെ വാഴ കൃഷി നടത്തുന്നു, പക്ഷെ നിങ്ങളുടെ വിളയുടെ വില എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. There is a scarcity of water. അതുപോലെ നിങ്ങൾക്ക് അതുപോലെ ജലക്ഷാമം, വെള്ളത്തിന്റെ ക്ഷാമം നിങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. And if you had a good irrigation infrastructure, how much better you could do. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ, വെള്ളം ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. Farmers are having to take loans. കർഷകർക്ക് പലപ്പോഴും വായ്പ എടുക്കേണ്ടി വരുന്നു. But unfortunately the policies of the government waive loans for big business people. 16 lakh crores of rupees have been waived for them. But when it comes to farmers, neither do you get compensation when the rain destroys your crop, or if your crops are destroyed due to man-animal conflict, nor are your loans waived. നിങ്ങൾ പലപ്പോഴും വായ്പ എടുക്കേണ്ടി വരുന്നു. പക്ഷേ ഈ രാജ്യത്തെ നയങ്ങൾ എങ്ങനെയാണ്? അതിസമ്പന്നരായ ബിസിനസ്സുകാരുടെ, വ്യവസായികളുടെ 16 ലക്ഷം കോടി രൂപ വരുന്ന കടമാണ് എഴുതി തള്ളിയത്. പക്ഷേ മഴ കൊണ്ടോ വന്യജീവി സംഘർഷം കൊണ്ടോ വന്യജീവികൾ നിങ്ങളുടെ വിളകൾ നശിപ്പിക്കുമ്പോഴോ നിങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഈ രാജ്യത്തെ കർഷകർക്ക് നൽകാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. Almost 2,000 farmers here itself have got bank notices because they are unable to pay back the loans that they have taken. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ ഈ സ്ഥലത്ത് തന്നെ ഏകദേശം 2000-ഓളം കർഷകർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. The man-animal conflict is a huge problem for you. I know, I have just met, in the last place I just met a lady whose husband had been killed by an elephant. നിങ്ങൾക്കറിയാം, മനുഷ്യ വന്യജീവി സംഘർഷം നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് കാട്ടാനയിൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ഭാര്യയെ, ആ സ്ത്രീയെ ഞാൻ കാണുകയുണ്ടായി. And I believe that in the last year 60 cattle in this area itself have been killed by animals. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 60ഓളം കന്നുകാലികളെ ഈ പ്രദേശത്ത് തന്നെ വന്യമൃഗങ്ങൾ വന്ന് കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യവും എനിക്കറിയാം. So we need to find solutions that protect the jungles, protect the animals, but protect you first and foremost. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കണം, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, പക്ഷെ അതിലെല്ലാം ഉപരിയായി നിങ്ങളെ സംരക്ഷിക്കാനുള്ള പരിഹാരങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. And protect your lands. അതുമാത്രമല്ല, നിങ്ങളുടെ ഭൂമിയെയും സംരക്ഷിക്കണം. We have to work together to find these solutions. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. You should not be dealing with a government that does not work together with you, does not cooperate, does not consult you. Today there is a buffer zone that has been declared. Numerous settlements have gone into those buffer zones, but nobody has even consulted people who are living in those settlements. Suddenly from one day to another, all the rules have changed for them, and they have to adjust and adapt to being part of the buffer zone. നിങ്ങളോട് ചർച്ച ചെയ്യാത്ത, നിങ്ങളോട് സഹകരിക്കാത്ത ഒരു ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടാകരുത്. പ്രത്യേകിച്ച് ഉദാഹരണത്തിന്, പെട്ടെന്ന് ഇവിടെ ബഫർ സോണുകൾ പ്രഖ്യാപിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങളുടെ ഗ്രാമത്തിൽ അതിൽ വരികയാണ്, പുതിയ നിയമങ്ങൾ ഉണ്ടാവുകയാണ്. ഇതൊന്നും നിങ്ങളോട് ചർച്ച ചെയ്യാതെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. And everywhere I go, everywhere the demand for the medical college comes up. അത് മാത്രമല്ല, ഞാൻ എവിടെ പോയാലും മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള ആവശ്യമാണ് നിങ്ങളിൽ നിന്ന് മുൻപായി വരുന്നത്. Now Rahul ji fought hard for this medical college. ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി രാഹുൽ ജി വളരെ ശക്തമായിട്ട് പോരാടുകയുണ്ടായി. And finally the government said, okay, we will convert the hospital into a medical college. They put up a board. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്? ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ഈ ഹോസ്പിറ്റലിനെ ഒരു മെഡിക്കൽ കോളേജ് ആക്കി മാറ്റാം. എന്നിട്ട് അവിടെ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചു. But they still have not given you any facilities of a medical college. പക്ഷെ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചതല്ലാതെ മെഡിക്കൽ കോളേജിന് വേണ്ട ഒരു സൗകര്യങ്ങളും നിങ്ങൾക്ക് ആ ഗവൺമെന്റ് നൽകിയിട്ടില്ല. And so that is a fight that has to continue, and I will continue that fight for you. നിങ്ങളുടെ മെഡിക്കൽ കോളേജിനുള്ള പോരാട്ടം എന്ന് പറയുന്നത് തുടരേണ്ട പോരാട്ടമാണ്. ആ പോരാട്ടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുടരുമെന്ന് നിങ്ങളോട് പറയുന്നു. And related to that is also the night ban. അതിനോട് ബന്ധപ്പെട്ടതുള്ളതാണ് രാത്രികാല യാത്രാ നിരോധനം. Because you cannot continue in this situation where somebody in the family falls sick. You neither have the facilities in your area nor can you reach another area. കാരണം നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് തുടരാൻ പറ്റുക? നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടായി, നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അവരെ ചികിത്സിക്കാനുള്ള സൗകര്യം നിങ്ങളുടെ നാട്ടിൽ ലഭ്യവുമല്ല. It is a tragedy
that in this day and age, people die because they cannot reach a medical facility. ശരിക്കും ഇന്നത്തെ കാലത്ത് മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രിയിൽ എത്താൻ കഴിയാതെ ജനങ്ങളും ആളുകളും മരിച്ചു പോകുന്നു എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ഒരു വലിയ ദുരന്തമാണ്. So these are the fights which we have to continue to fight together. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകേണ്ട പോരാട്ടങ്ങളാണ് ഈ പറഞ്ഞ പോരാട്ടങ്ങൾ എന്നത്. And I want to raise your voice in parliament on every other platform for these fights. ഈ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല സാധ്യമായ എല്ലാ വേദികളിലും ഉയർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. But at the same time, we also have to have a vision of our own for the future of Wayanad. അത് മാത്രമല്ല അതേ സമയം തന്നെ നമുക്ക് എല്ലാവർക്കും വയനാടിന്റെ ഭാവിയെ പറ്റി ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം ഉണ്ടാവേണ്ടതുണ്ട്. Food processing can be a big thing. ഇവിടെ ഭക്ഷ്യ സംസ്കരണം എന്ന് പറയുന്നത് വയനാട്ടിൽ ഒരു വലിയ കാര്യമാകാം. Strengthening the agricultural sector, having good food processing units, marketing your crops properly, so that all these beautiful things you are growing can reach every end of the world and you can fully benefit from them. നിങ്ങളുടെ കാർഷിക മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇവിടെ കൂടുതൽ വിപണിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവണം. ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അതുമൂലം വയനാട്ടിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാവണം. The dairy sector can be strengthened. അതുപോലെ തന്നെ നമ്മുടെ ക്ഷീരമേഖല അതിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും. Dairy workers can be included in Manrega. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ക്ഷീര കർഷകരെ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. The tourism sector can gain so much strength here. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ വിനോദസഞ്ചാര മേഖലയെ നമുക്ക് ഒരുപാട് ശക്തിപ്പെടുത്താൻ സാധിക്കും. If we improve the infrastructure, we improve the publicity to Wayanad, we show the world what a beautiful place it is. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചാൽ, വയനാടിന് കൂടുതൽ പ്രചാരം കൊടുത്താൽ, ലോകത്തിന് വയനാട് എന്താണെന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താൻ സാധിക്കും. And explore the possibilities for eco-tourism, spiritual tourism. ഇവിടെ ആത്മീയമായ വിനോദസഞ്ചാരത്തിന്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരത്തിനെല്ലാമുള്ള സാധ്യതകൾ നമുക്ക് കൂടുതൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. Ayurveda and so many other things that are available here. ഇവിടെ ആയുർവേദയും അതുപോലെ മറ്റനേകം കാര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ നമുക്ക് അന്വേഷിക്കണം, അത് കൂടുതൽ അതിൽ പ്രവർത്തിക്കണം. The tribal community of Wayanad is its soul, its strength. വയനാടിന്റെ ആത്മാവ് എന്ന് പറയുന്നത്, വയനാടിന്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസി സമൂഹമാണ്. But access to healthcare, access to education is worst in the tribal areas. പക്ഷേ നമുക്കറിയാം ആദിവാസി മേഖലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതുപോലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് എല്ലാം ഉള്ള പ്രവേശനം ഏറ്റവും പരിമിതമായിട്ടുള്ളത്, കുറവായിട്ടുള്ളത് ആദിവാസി മേഖലകളിലാണ്. They are still struggling for the basic issues: drinking water, access to any healthcare facility, access to good schools. ആരോഗ്യ സംവിധാനം, കുടിവെള്ളം, അതുപോലെ നല്ല സ്കൂളുകൾ, ഇങ്ങനെ പോലെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്നും ഇവിടുത്തെ ആദിവാസി ജനത ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. My brother worked for the upgradation of the PHCs. അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടി എന്റെ സഹോദരൻ പരിശ്രമിക്കുകയുണ്ടായി. And made mobile vans available in those areas. ആ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം മൊബൈൽ വാനുകൾ ആരംഭിച്ചു. But there's so much more that we still have to do. പക്ഷേ ഇനിയും നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. And I would like to continue his work. അദ്ദേഹം എന്റെ സഹോദരൻ ചെയ്ത പ്രവർത്തികൾ എനിക്ക് തുടരണം. ഞാനത് തുടരാൻ ആഗ്രഹിക്കുകയാണ്. So these are the many problems that you face. ഇതൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും. And yet if anybody has the potential, the strength and the courage and resilience to face these problems, overcome them and create a new future for themselves, it is you. ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നെങ്കിലും ആർക്കെങ്കിലും ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്തും ധൈര്യവും, മുൻപുള്ള പോലെയുള്ള പുതിയ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുവിടാനുള്ള ധൈര്യവും, ഇതിനെ അതിജീവിക്കാനുള്ള ധൈര്യവും ഒക്കെ ആർക്കുണ്ടെങ്കിൽ അത് ഇവിടെയുള്ളവർക്കാണ്, വയനാട്ടിലെ നിങ്ങളായ ജനങ്ങൾക്കാണുള്ളത്. When Rahul and I visited the landslide areas a few months back, where there was that massive devastation, അവിടെ വലിയ നാശം നടന്ന, ഇവിടെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വലിയ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും നടന്ന പ്രദേശങ്ങൾ രാഹുലും ഞാനും സന്ദർശിച്ചപ്പോൾ we saw terrible pain and hardship. വളരെ അധികം അതിദാരുണമായ വേദന, മുറിവുകൾ ഞങ്ങൾ ഇവിടെ കണ്ടു.
And both him and I are not new to seeing these kind of things. We have traveled across the country, seen people in terrible pain, seen natural disasters, all sorts of things. ഞാനും എൻ്റെ സഹോദരനും ഇങ്ങനത്തെ വേദനയൊന്നും ആദ്യമായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. But I remember that day when we went back home, we were both very quiet. അന്ന് ഞാൻ ഓർക്കുകയാണ്, അന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വീട്ടിൽ പോയ ദിവസം ഞങ്ങൾ രണ്ടുപേരും നിശബ്ദമായിട്ട് ശാന്തമായിട്ടിരിക്കുകയായിരുന്നു. What we saw was horrible. കാരണം ഞങ്ങൾ കണ്ടത് അതിദാരുണമായ കാര്യങ്ങളായിരുന്നു അന്ന് ഞങ്ങൾ കണ്ടത്. I will never forget one little boy who lost his entire family. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നഷ്ടപ്പെട്ട ഒരു കൊച്ചു ആൺകുട്ടിയെ, ആ കുട്ടിയെ ഞാൻ ഒരിക്കലും മറക്കില്ല. And he was crying, almost fainting, telling us that he tried to hold on to his mother for hours, but she got swept away. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഏകദേശം ബോധം കെട്ട് വീണ് ആ കുഞ്ഞ് പറയായിരുന്നു, അമ്മയെ നഷ്ടപ്പെടുമ്പോൾ അമ്മ ഇങ്ങനെ മണിക്കൂറുകൾ ചേർത്ത് പിടിച്ച് നിൽക്കായിരുന്നു, പക്ഷെ ആ അമ്മ ഒഴുകിപ്പോയ കാര്യം ആ കുഞ്ഞ് പറയായിരുന്നു. I met a girl the age of my daughter whose entire family had been washed away. എൻ്റെ മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ആ കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. No one was left. ആ കുഞ്ഞിന് ആരും ഉണ്ടായിരുന്നില്ല, കുടുംബത്തിലെ ആരും അവശേഷിച്ചില്ല. I met an old grandmother who was all alone, nobody to look after her. ഒരു പ്രായമായ മുത്തശ്ശിയെ ഞാൻ കണ്ടു, ഒറ്റയ്ക്കായി പോയി, നോക്കാൻ ആരും ഇല്ലാത്തൊരു മുത്തശ്ശിയെ ഞാൻ അവിടെ കണ്ടു. A little 13-year-old boy who lost all his friends. ഒരു 13 വയസ്സുള്ള ആൺകുട്ടി, എല്ലാ കൂട്ടുകാരെയും നഷ്ടപ്പെട്ട ഒരു 13 വയസ്സുള്ള ആൺകുട്ടി. He was crying, saying, I have no friends left. എനിക്ക് ഒരു കൂട്ടുകാരില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയായിരുന്നു. And yet what struck both Rahul and me was the way in which you came together to help each other. പക്ഷേ ഈ സാഹചര്യത്തിൽ എന്നെ മനസ്സിൽ ബാധിച്ച് ചിന്തിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് വന്ന് പരസ്പരം സഹായിച്ചു എന്ന കാര്യമാണ് ഞങ്ങളെ സ്പർശിച്ചത്. Even these little children, the old grandmothers, the people who had lost everything were dignified. അത് മാത്രമല്ല, ഈ കൊച്ചു കുട്ടികള്, ഈ മുത്തശ്ശിമാര്, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഈ മനുഷ്യര് എത്ര അന്തസ്സോടുകൂടിയാണ് ആ സാഹചര്യത്തെ നേരിട്ടത്. They were strong. അവര് ധൈര്യത്തോടെയായിരുന്നു ഇരുന്നത്. And they were held close by your community. നിങ്ങളെന്ന് പറയുന്ന ഈ സമുദായം, ഈ വയനാട്ടിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ഈ സമൂഹം അവരെ ചേർത്ത് പിടിച്ചു. Nobody was asking, are you Christian? Are you Muslim? Are you Hindu? Nobody was asking. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചില്ല, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, നിങ്ങൾ ഹിന്ദു ആണോ, നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ആരും ചോദിച്ചില്ല. Everybody, every housewife, every doctor, every teacher, every single person in that community was doing whatever they could to help. എല്ലാവരും, ഒരു ഡോക്ടർ ആവട്ടെ, ടീച്ചർ ആകട്ടെ, ഒരു വീട്ടമ്മയാകട്ടെ, ഈ സമൂഹത്തിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാൻ സാധ്യമായതൊക്കെ ചെയ്യുകയായിരുന്നു. And I thought to myself, what a shining example of what a people, what a community can do if they stand together with each other. ഞാൻ ശരിക്കും എന്നോട് ആലോചിക്കുകയായിരുന്നു, ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, പരസ്പരം സ്നേഹത്തോടുകൂടി പരസ്പരം എല്ലാവർക്കും വേണ്ടി മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇതിലും നല്ല തിളക്കമുള്ള മറ്റൊരു ഉദാഹരണം ഏതാണ് കാണാൻ സാധിക്കുക എന്ന് ഞാൻ സ്വയം ആലോചിക്കുകയായിരുന്നു. So you have that spirit inside you that every Indian is proud of. നിങ്ങളുടെ ഉള്ളിൽ ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും നിങ്ങളെ കുറിച്ച് അഭിമാനിക്കാവുന്ന ഒരു ചൈതന്യം വയനാട്ടുകാരായ നിങ്ങളുടെ ഉള്ളിലുണ്ട്. And I am proud, I am honored, and I am grateful that I have got this opportunity to stand for election from here. ഇവിടെ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് എനിക്കുള്ള ആദരവാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. I am proud to be a part of your family. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാകാൻ എനിക്ക് അഭിമാനമുണ്ട്. Grateful for the honesty and the love with which you are receiving me and welcoming me everywhere. നിങ്ങൾ ഏത് സത്യസന്ധതയോടുകൂടി, ഏത് സ്നേഹത്തോടുകൂടിയാണ് എന്നെ സ്വീകരിക്കുന്നത്, അതിന് ഞാൻ നിങ്ങളോട് നന്ദിയുള്ള ആളാണ്. And I want to tell you from my heart to yours, I will not let you down. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. You will not feel my brother's absence.
നിങ്ങൾക്ക് എൻ്റെ സഹോദരന്റെ അസാന്നിധ്യം ഒരിക്കലും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. And I will come to as many of your houses as possible. I will reach out to as many of you as possible. And I will understand your problems. I will stand side by side with you in your sadness, in your happiness, in your struggles. I will fight for you. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ നിങ്ങളുടെ വീടുകളിൽ വരും. നിങ്ങളോട് വന്ന് എനിക്ക് സംസാരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ സുഖത്തിൽ, നിങ്ങളുടെ സന്തോഷങ്ങളിൽ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ, നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിങ്ങളോട് ഒരുമിച്ച് എനിക്ക് നിൽക്കണം. Thank you very much for listening to me today and for being here. ഇവിടെ വന്നതിനും എന്നെ കേട്ടതിനും ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുന്നു. I'll come back soon and see you again. ഞാൻ വേഗം തിരിച്ചു വന്ന് നിങ്ങളെ വീണ്ടും കാണാം. നന്ദി.